നമ്മൾ ഇന്ന് നിങ്ങളുടെ ഒരു എന്താ പറയാ അക്കാഡമിക് ജേണിയിലോട്ട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ഒരു സെഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നിങ്ങളുടെ സിലബസിനെ കുറിച്ച് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനായിട്ട് ശ്രമിക്കുകയാണ്. നമ്മളുടെ ഓറിയന്റേഷൻ 8.0 എന്ന് പറയുന്ന ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ ടാഗ് ലൈൻ അല്ലെങ്കിൽ അതിന്റെ ഒരു തീം തന്നെ നമുക്കറിയാം, ഡിസ്കവർ, ലേൺ, അച്ചീവ് എന്നാണ്. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജ് എന്താ പറയുന്നത്? ഡിസ്കവർ. ഇപ്പൊ പുതിയതായിട്ട് നിങ്ങൾ എന്തൊക്കെയോ പഠിക്കാനായി പോകുന്നു, അല്ലെങ്കിൽ പുതിയതായിട്ട് നിങ്ങൾ എന്തൊക്കെയോ കണ്ടെത്താനായിട്ട് പോകുന്നു. ആ കണ്ടെത്താനുള്ള പ്രോസസ്സിലോട്ട് നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ളൊരു ഡയറക്ഷൻ ഉണ്ടായിരിക്കണം. വ്യക്തമായിട്ട് നിങ്ങൾക്ക് എവിടേക്കാണ് ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണെന്നൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കാൻ പോകുന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ അതിന് നെക്സ്റ്റ് സ്റ്റേജ് വരുന്ന ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലോട്ട് നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു അച്ചീവ്മെന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾ അറ്റൈൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ആണ്. ആ പ്ലാനിങ്ങിനെ കുറിച്ച് ഒരു അക്കാഡമിക് വൈസ് നിങ്ങൾക്ക് വ്യക്തമായിട്ടൊരു പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എന്താണ് ഞാൻ പഠിക്കേണ്ടത്, എങ്ങനെയാണ് ഞാൻ പഠിക്കേണ്ടത്, എന്തൊക്കെ സബ്ജക്ട്സുകളാണ് എനിക്ക് ഈ വർഷമുള്ളത് എന്നതിനെ കുറിച്ചുള്ള ധാരണ വേണം. അപ്പോൾ നമ്മള് ആ ഒരു പലർക്കും അതിനെ കുറിച്ചൊക്കെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് സിലബസ് ഓവർവ്യൂ ആണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ഫസ്റ്റ് ഇയർ സബ്ജക്ട്സിനെ കുറിച്ചിട്ടാണ് ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഈ സെഷന്റെ ഒരു ഇൻട്രോ അല്ലെങ്കിൽ എന്താണ് ഈ സെഷൻ എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ധാരണയായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് അധികം സമയം കളയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഓൾറെഡി നമുക്ക് ഒരുവിധം എന്താണ്, എങ്ങനെയാണ് ഓറിയന്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അധികം സമയം കളയാതെ നമ്മുടെ സിലബസ് ഓവർവ്യൂയിലേക്ക് പോവാം. അതായത് നിങ്ങളുടെ സബ്ജക്ട്സുകൾ അല്ലെങ്കിൽ BBA എന്ന് പറയുന്ന നിങ്ങൾ എടുത്തിരിക്കുന്ന ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രോഗ്രാമിലെ പ്രോഗ്രാം എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിലെ വ്യത്യസ്ത തരം ടേംസുകൾ എന്തൊക്കെയാണ്, സബ്ജക്ട്സുകൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് മാർക്കിംഗ് സിസ്റ്റം, കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്, എന്തൊക്കെ ടോപ്പിക്സുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ആദ്യമായി തന്നെ BBAയുടെ പ്രോഗ്രാം സ്ട്രക്ചർ എന്താണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. കോമ്പോസിഷൻ ഓഫ് കോഴ്സസ്, എങ്ങനെയാണ് കോഴ്സസിന്റെ കോമ്പോസിഷൻ അല്ലെങ്കിൽ ഘടന അല്ലെങ്കിൽ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സിലബസിനെ കുറിച്ച് വളരെ ആഴത്തിൽ അറിയാനായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിന് വേണ്ടി എടുത്ത് പറയാണ്, ഫസ്റ്റ് ഇയർ സബ്ജക്ട്സ് ആണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. സെക്കൻഡ് ഇയറിലെ സബ്ജക്ട്സിനെ കുറിച്ചിട്ട് സെക്കൻഡ് ഇയറിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സെഷൻസ് ഉണ്ടായിരിക്കും. ഉദ്ദേശിക്കുന്നതിന് നമ്മളൊരു കോഴ്സ് എന്ന് പറയും. പക്ഷെ ഇഗ്നോയിലേക്ക് വരുമ്പോൾ നേരെ തിരിച്ചാണ്. ഇവിടെ പ്രോഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്താണ്, ആ നമ്മൾ പഠിക്കുന്ന BBA എന്ന് പറയുന്നതിനെയും കോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സബ്ജക്റ്റിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈച്ച് കോഴ്സസ് കോൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ്. ഓരോ കോഴ്സിനും, അതായത് ഓരോ സബ്ജക്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കോഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഗ്നോയിൽ സബ്ജക്ട്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓരോ സബ്ജക്റ്റും അല്ലെങ്കിൽ ഓരോ കോഴ്സിലും നിങ്ങൾക്ക് എന്താണ്, ബ്ലോക്കുകൾ ഉണ്ടായിരിക്കും. ബ്ലോക്ക് വൈസ്, അതായത് ഓരോ ബ്ലോക്കുകൾ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് ചെയ്ത് പോവാണ്. അപ്പൊ ഒരു 5 ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഈ 5 ബ്ലോക്കിന്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, യൂണിറ്റ്സുകൾ വരുന്നുണ്ട്. ഈച്ച് കോഴ്സ് കൺസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്ലോക്സ് ആൻഡ് യൂണിറ്റ്സ്. ബ്ലോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാപ്റ്റേഴ്സ്, യൂണിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സബ് ടോപ്പിക്സ് ആണ്. ഇനി ക്രെഡിറ്റ് സിസ്റ്റം, അതായത് ക്രെഡിറ്റ് നിങ്ങൾക്ക് സിലബസിലൊക്കെ സൈഡ് ഭാഗത്ത് കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ടേം കാണാം. ക്രെഡിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ പ്രോഗ്രാമിനുമുള്ള വെയിറ്റേജ് ആണ്, ഓരോ പ്രോഗ്രാമിനും കോഴ്സസിനുള്ള വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ക്രെഡിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 30 hours ഓഫ് സ്റ്റഡി ആണ്. ഇപ്പൊ നിങ്ങളൊരു സബ്ജക്റ്റിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ കൊടുത്തിരിക്കുകയാണ്, അതിന് 20 ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ് 20 × 30, അതായത് എത്ര മണിക്കൂറാണ് അതിന് പഠിക്കേണ്ടത്, പഠിക്കാൻ വേണ്ടി ചെലവാക്കേണ്ടത്, എത്ര വെയിറ്റേജ് അതിന് കൊടുക്കണം എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നിങ്ങൾക്ക് BBA എന്ന് പറയുന്നത് 3 വർഷത്തെ ഡ്യൂറേഷനോട് കൂടിയിട്ട് 3 ഇയർ വൈസ് പ്രോഗ്രാം ആണ്. സെമസ്റ്റർ വൈസ് ആണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു റിലാക്സേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം 6 വർഷത്തിനുള്ളിൽ BBA കംപ്ലീറ്റ് ചെയ്താൽ മതി എന്നൊരു ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലോട്ട് യൂണിവേഴ്സിറ്റി വെച്ച് തന്നിട്ടുണ്ട്. പക്ഷെ എല്ലാവരോടും ഞങ്ങൾ ആദ്യമേ പറയട്ടെ, നിങ്ങൾക്ക് എത്ര വർഷമാണോ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, അല്ലെങ്കിൽ 3 വർഷത്തെ ഒരു പ്രോഗ്രാം ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളെങ്കിൽ
മാക്സിമം 3 വർഷം കൊണ്ട് തന്നെ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകും തോറും അതൊരു കംപ്ലീഷൻ സ്റ്റേജിലോട്ട് എത്തുന്നുണ്ടാവില്ല. നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുള്ളൂ. അപ്പൊ എല്ലാവരും എന്താ പറയാ 3 വർഷത്തെ ഒരു BBA കോഴ്സാണ് ചൂസ് ചെയ്തതെങ്കിൽ 3 വർഷം കൊണ്ട് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പ്രത്യേകം നമ്മൾ പറയാണ് കേട്ടോ. ഇനി ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ പ്രോഗ്രാം, അതില് നിങ്ങൾക്ക് 24 കോഴ്സസ് ആണുള്ളത്, അതായത് 24 സബ്ജക്ട്സ് ആണുള്ളത്. ടോട്ടൽ അതിന് 120 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. മൊത്തമായിട്ട് ഈ എല്ലാ സബ്ജക്ട്സുകളും പഠിക്കാനായിട്ട് വേണ്ടി വരുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 120 ക്രെഡിറ്റ്സ് ആണ്. 24 കോഴ്സസിൽ എന്താണ് 16 കോർ പേപ്പേഴ്സ് ഉണ്ട്, 2 എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സസുകളുണ്ട്, 2 സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സസുകളുണ്ട്, 2 മൾട്ടി ഡിസിപ്ലിനറി കോഴ്സസ് ഉണ്ട്, പിന്നെ ഒരു വാല്യൂ അഡീഷൻ കോഴ്സ് ഉണ്ട്. ഇത്രയുമാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത് കോഴ്സ് കാറ്റഗറീസ് BBA എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നിങ്ങൾക്ക് വരുന്നത്. ഇനി സിലബസ് ഓവർവ്യൂ, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ കോഴ്സസ് 24 ആണ്, ടോട്ടൽ ക്രെഡിറ്റ്സ് വരുന്നത് 120 ആണ്. ഇനി ഇയർ 1 നിങ്ങൾക്ക് വരുന്നത് 8 കോഴ്സസ് ആണ് വരുന്നത്. അതിന് വരുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് 40 ക്രെഡിറ്റ്സ് ആണ്. ഇയർ 2 ഇതേപോലെ തന്നെ സെയിം 8 കോഴ്സസ് വരുന്നുണ്ട്, 40 ക്രെഡിറ്റ്സ് ആണ് ഇയർ 2 വരുന്നത്. ഇയർ 3 വരുമ്പോൾ 8 കോഴ്സസ് വരുന്നുണ്ട്, അവിടെയും 40 ക്രെഡിറ്റ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. ഇനി ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാൻ നമ്മൾ പ്രോഗ്രാമിന് ഒരു കോഡ് പറഞ്ഞ പോലെ BBA എന്ന് പറയുന്ന പ്രോഗ്രാം എന്ന് പറയുന്നതാണ് ഈ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷന്റെ കോഡ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഇഗ്നോയില് ഓരോ സബ്ജക്ട്സിനും ഒരു കോഡ് കൊടുത്തിട്ടുണ്ട്. പല സബ്ജക്ട്സുകളും അതിന്റെ പേരിലല്ല അറിയപ്പെടുന്നത്, കോഡ് വെച്ചിട്ടാണ് നമ്മളെ പറയുക. അപ്പൊ നിങ്ങൾ പരമാവധി സബ്ജക്ട്സുകളുടെ കോഡുകളൊക്കെ പെട്ടെന്ന് എക്സാം അല്ലെങ്കിൽ 130, അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണം ഇതാണ് ഇന്ന സെമസ്റ്ററിൽ നിങ്ങൾക്ക് വരുന്നത്. എന്താണ് BEBAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പറാണ്. BEGLA 136 ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ്, BCOC 132 ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്, BCOC 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. ഇത്രയുമാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ആദ്യത്തെ 6 മാസം കൊണ്ട് നിങ്ങൾ പഠിക്കേണ്ട സബ്ജക്ട്സ്. ഇനി സെക്കൻഡ് സെമസ്റ്ററിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് വരുന്ന സബ്ജക്ട്സുകളാണ് BCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്, BCOC 133 ബിസിനസ് ലോ, BCO 07 എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, BRL 113 ബിസിനസ് എത്തിക്സ്. ഇത്രയുമാണ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ കവർ ചെയ്ത് പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള കോഴ്സസുകൾ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയർ 1 8 കോഴ്സസ് ആണുള്ളത്, 40 ക്രെഡിറ്റ്സ് ആണുള്ളത്. ഇനി ഓരോ സബ്ജക്ട്സും ഓരോ ഇയറിലും നിങ്ങൾ ഓരോ ഇയർ 1 പഠിക്കുന്ന സബ്ജക്ട്സുകൾ എന്തൊക്കെയാണെന്നുള്ളതിന് ജസ്റ്റ് ഒരു ഇൻട്രോ നമ്മൾ തന്നിരിക്കുകയാണ്. ഇനി ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയർ 1 BEBAE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പറയുന്നത് ഈ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന പേപ്പർ എന്ന് പറയുന്നത് ഒരു കമ്പൽസറി കോഴ്സ് ആണ്. ദിസ് കോഴ്സ് ഈസ് ഗിവൺ ആസ് എ കമ്പൽസറി കോഴ്സ് അറ്റ് ദ അണ്ടർ ഗ്രാജുവേറ്റ് ലെവൽ, കീപ്പിംഗ് ഇൻ വ്യൂ ദ അർജന്റ് നീഡ് ഓഫ്, അതായത് നമുക്ക് നമ്മുടെ എൻവയോൺമെന്റിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം അല്ലെങ്കിൽ പ്ലാനറ്റിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളതൊക്കെ അറിയാൻ ജനറൽ അവയർനെസ്, അവബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ എൻവയോൺമെന്റൽ സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് നമ്മളുടെ ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻവയോൺമെന്റിനെ നോക്കുന്നത്, അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു റെസ്പോൺസിബിൾ ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആവാം, ഒരു വായ്ത്തബോധമുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു നല്ലൊരു മനുഷ്യൻ എങ്ങനെയാവാം, നമ്മുടെ പരിസ്ഥിതി എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. എൻവയോൺമെന്റൽ സ്റ്റഡീസിന് 4 ക്രെഡിറ്റ്സ് ആണ് യൂണിവേഴ്സിറ്റി അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇനി എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ ബ്ലോക്കുകൾ. ബ്ലോക്ക് 1 നമ്മൾ എന്താണ് ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെന്റൽ ആൻഡ് എൻവയോൺമെന്റൽ ഇഷ്യൂസ്, അതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ 3 യൂണിറ്റ്സുകളാണ് ഉള്ളത്. അവർ എൻവയോൺമെന്റ്, ഇക്കോസിസ്റ്റം ആൻഡ് മേജർ ഇക്കോസിസ്റ്റംസ്. ബ്ലോക്ക് 2 വരുമ്പോൾ നാച്ചുറൽ റിസോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ലാൻഡ്, വാട്ടർ, ഫോറസ്റ്റ് റിസോഴ്സസ്, ബയോഡൈവേഴ്സിറ്റി എന്താണ്, പിന്നെ അതുപോലെ തന്നെ എനർജി റിസോഴ്സസ്. ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 2 കവർ ചെയ്ത് പോകുന്നത്. ബ്ലോക്ക് 3 വരുമ്പോൾ എൻവയോൺമെന്റൽ, കറന്റ്ലി ഇപ്പൊ നമ്മൾ ഫേസ് ചെയ്യുന്ന എൻവയോൺമെന്റൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്, എന്തൊക്കെ കൺസേൺസ് ആണുള്ളത്. അപ്പോൾ നമ്മുടെ ജൈവ വൈവിധ്യത്തിന് നേരിടുന്ന അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റിക്ക് നേരിടുന്ന ത്രെഡ്സ് എന്തൊക്കെയാണ്,
എന്തൊക്കെയാണ് അതിനുവേണ്ടി കൺസർവേഷൻ പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, അതാണ് ഫസ്റ്റ് ചാപ്റ്ററിൽ ഈ ബ്ലോക്കിൽ വരുന്നത്. പിന്നെ എൻവയോൺമെന്റൽ പൊല്യൂഷൻ എന്താണ്, എൻവയോൺമെന്റൽ ഹസാർഡ്സ് എന്താണ് അത് പറയുന്നുണ്ട്. എന്താണ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, എന്തൊക്കെയാണ് ഗ്ലോബൽ എൻവയോൺമെന്റൽ ഇഷ്യൂസ്, ഇത്രയും കാര്യങ്ങൾ ബ്ലോക്ക് 3 കവർ ചെയ്തു പോകുന്നുണ്ട്. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ പ്രൊട്ടക്ടിങ് അവർ എൻവയോൺമെന്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്, നമ്മുടെ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോളിസീസ് എന്തൊക്കെയുണ്ട്, പ്രാക്ടീസസ് എന്തൊക്കെയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിൽ യൂണിറ്റ് 12 എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ലെജിസ്ലേഷനും, യൂണിറ്റ് 13 പറയുന്നത് ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ്, അതായത് നമ്മുടെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ് എന്തൊക്കെയാണ്. ഇനി യൂണിറ്റ് 14 വരുമ്പോൾ എന്തൊക്കെയാണ് എൻവയോൺമെന്റൽ എത്തിക്സോൾ, എന്തൊക്കെയാണ് എൻവയോൺമെന്റൽ എത്തിക്സോൾ, ഇത്രയും കാര്യങ്ങൾ എന്താണ് അതിൽ പറഞ്ഞു പോകുന്നുണ്ട്. BGDG 172 ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ്, ഇതിൽ വരുന്നത് the course is basically structured to give the students the basic understanding of language. The students can choose either Hindi or in English. ഇവിടെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഉള്ളത്. മോസ്റ്റ്ലി എല്ലാ കുട്ടികളും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് തന്നെയാണ് ചൂസ് ചെയ്യാറുള്ളത്. ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി, ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ചൂസ് ചെയ്യാമെന്നുള്ളത്. ലാംഗ്വേജിനെ കുറിച്ചിട്ട് നമുക്കറിയാം, കമ്മ്യൂണിക്കേഷൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പഠനത്തിനോടൊപ്പം തന്നെ അക്കാഡമിക് ജേർണിയോടൊപ്പം തന്നെ നമ്മുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുകയും വേണം. അതിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എന്താണ് ഇംഗ്ലീഷ് അറ്റ് വർക്ക് പ്ലേസ് എന്ന് പറയുന്ന സബ്ജക്ട് യൂണിവേഴ്സിറ്റി ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വരുന്ന ബ്ലോക്കുകളും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് ബ്ലോക്ക് 1, ബ്ലോക്ക് 2, ബ്ലോക്ക് 3, ബ്ലോക്ക് 4 എന്ന് പറയുന്ന 4 ബ്ലോക്സുകൾ ഉണ്ട്. അതിൽ മോസ്റ്റ്ലി എല്ലാ ബ്ലോക്കിലും നിങ്ങൾക്ക് 4 യൂണിറ്റ്സുകൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക്. അതിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 പ്രോഫിറ്റിംഗ് വൺ സെൽഫ് ഫോർ ദ ജോബ്, യൂണിറ്റ് 2 എന്ന് പറയുന്നത് സെർച്ചിങ് ഫോർ എ ജോബ്, യൂണിറ്റ് 3 എന്ന് പറയുന്നത് റെസ്പോണ്ടിങ് ടു ജോബ് അഡ്വർടൈസ്മെന്റ്, യൂണിറ്റ് 4 എന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് ഫോർ ജോബ്സ്. ഇനി ബ്ലോക്ക് 2 പറയുന്നത് പ്രിപ്പയറിംഗ് ഫോർ ജോബ് ഇന്റർവ്യൂസ്, എങ്ങനെയാണ് ജോബ് ഇന്റർവ്യൂസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നുണ്ട്. അതിൽ യൂണിറ്റ് 5, യൂണിറ്റ് 6, യൂണിറ്റ് 7, യൂണിറ്റ് 8 എന്ന് പറയുന്ന 4 യൂണിറ്റ്സുകളാണ് ഉള്ളത്. അതിൽ യൂണിറ്റ് 5 എന്തൊക്കെ ബോഡി ലാംഗ്വേജുകളാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ബോഡി ലാംഗ്വേജ് നമുക്ക് ഇഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാം, അതേപോലെ തന്നെ എന്താണ് പോർട്ട്ഫോളിയോ മേക്കിംഗ്, അതായത് ജോബ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പോർട്ട്ഫോളിയോ മേക്കിംഗ്. അതുപോലെ തന്നെ ഇതിൽ ചില യൂണിറ്റ്സുകൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, അതിന്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നതാണ്. യൂണിറ്റ് 7 പോർട്ട്ഫോളിയോ മേക്കിംഗ്, അതുപോലെ തന്നെ യൂണിറ്റ് 8 എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വരുമ്പോൾ നമ്മുടെ വർക്ക് പ്ലേസിൽ എന്തൊക്കെ സ്കിൽസ് ആണ് നമുക്ക് വേണ്ടത്, അതിന് വേണ്ടിയിട്ട് നമ്മളെ കൂടുതൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിറ്റ് 13 എന്തൊക്കെയാണ് വർക്ക് എത്തിക്സ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. യൂണിറ്റ് 14 എസെൻഷ്യൽസ് ഓഫ്, ഇതിൽ വരയ്ക്കാതിരിക്കുക കേട്ടോ. യൂണിറ്റ് 15 അണ്ടർസ്റ്റാൻഡിങ് കസ്റ്റമേഴ്സ്, യൂണിറ്റ് 16 എറ്റിക്വിറ്റി, കൾച്ചറൽ അവയർനെസ് ആൻഡ് ജെൻഡർ പെർസെപ്ഷൻസ്, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ബ്ലോക്ക് 4 വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബിസിനസ് ഇമെയിൽസ് നിങ്ങൾക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്, എന്തൊക്കെയാണ് ബിസിനസ് ലെറ്റേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെയാണ് നിങ്ങളൊരു ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ബ്ലോക്ക് 4 വർക്ക് പ്ലേസിൽ വേണ്ടിയുള്ള സ്കിൽസ്. ഇത് തന്നെയാണ് അതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് വരുന്നത്. ഇനി ബിസിനസ് ഓർഗനൈസേഷൻ മാനേജ്മെന്റ്, BCOC 132 ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പേപ്പറാണ് പറയുന്നത്. ഇതില് നിങ്ങൾ പഠിക്കുന്നത് ഒരു ഓർഗനൈസേഷൻ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നല്ല മാനേജ് ചെയ്തിട്ട് ഒരു ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോവുക, ഒരു ഓർഗനൈസേഷന്റെ ഫംഗ്ഷനിങ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. BCOC 132 എന്ന് പറയുമ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഒരു ബിസിനസ്സിനെ എങ്ങനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകും, അതിന്റെ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. ഇനി ഈ BCOC 132 നിങ്ങൾക്ക് എന്താണ് 5 ബ്ലോക്സ് ആണ് വരുന്നത്, അതിന് 6 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ബിസിനസ്,
അതായത് ഇന്ത്യൻ ബിസിനസിന്റെ ഫൗണ്ടേഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പൊ അതിൽ ആ ബ്ലോക്കിൽ കൺസിസ്റ്റ് ചെയ്ത് വരുന്നത് ബിസിനസിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വരുന്നുണ്ട്, ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബിസിനസ് എത്തിക്സ്, എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ബിസിനസ്. ഇത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ബ്ലോക്ക് 1 നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇനി ബ്ലോക്ക് 2 നിങ്ങൾ പോകുമ്പോൾ ബിസിനസ് എന്റർപ്രൈസസ് എന്തൊക്കെയാണെന്ന് ആള് പറയുന്നത്. അപ്പൊ അതില് ബിസിനസ് ഓർഗനൈസേഷൻ, പല ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഓർഗനൈസേഷന്റെ ഫോംസുകൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് പാർട്ട്ണർഷിപ്പ് ആവാം, ജോയിന്റ് വെഞ്ചർ ആവാം, അങ്ങനെ പല ടൈപ്പ് ഓഫ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് യൂണിറ്റ് 5ലും യൂണിറ്റ് 6ലും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്. യൂണിറ്റ് 7ല് എന്താണ് പബ്ലിക് എന്റർപ്രൈസസ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. യൂണിറ്റ് 8ല് ഇന്റർനാഷണൽ ബിസിനസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, MNC എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളാണ് യൂണിറ്റ് 8ല് കംപ്ലീറ്റ് മീൻസ് കമ്പയർ ചെയ്ത് പോകുന്നത്, മീൻസ് നിങ്ങൾ പഠിച്ചു പോകുന്നത്. ഇനി യൂണിറ്റ് 3ലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് എന്താണ് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, എന്താണ് ഓർഗനൈസേഷൻ. നമ്മൾ പഠിക്കുന്ന ഇപ്പോൾ കൊമേഴ്സ് എന്ന് പറയുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ഓർഗനൈസേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്ടിങ്, സ്റ്റാഫിങ് അങ്ങനെ പറയുന്ന കുറച്ച് സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോയിട്ടാണ് ഇത്രയും പ്രോസസ്സുകൾ ഒരു ഓർഗനൈസേഷനുള്ളിൽ മീൻസ് കടന്നു പോകുന്നുണ്ടെന്ന് നമ്മൾ അറിയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഈ ബ്ലോക്ക് 3ൽ, അതിനെ കുറിച്ചിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ് ഈ സെഷനിൽ വരുന്നത്. ബ്ലോക്ക് 3ൽ എന്താണ് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, എന്താണ് ഓർഗനൈസേഷൻ, എന്താണ് ഡിപ്പാർട്ട്മെന്റേഷൻ, അല്ലെങ്കിൽ എന്താണ് അതോറിറ്റി റിലേഷൻഷിപ്പ്, അതോറിറ്റി റെസ്പോൺസിബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, എന്താണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, എന്താണ് ഡീസെൻട്രലൈസേഷൻ, എന്താണ് കൺട്രോൾ എന്നുള്ള വേർഡ് കൊണ്ട് ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഉദ്ദേശിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി ബ്ലോക്ക് 4ലോട്ട് വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്താണ്, കോർഡിനേഷൻ എന്താണ്, മോട്ടിവേഷൻ എന്താണ്, ടീം ബിൽഡിംഗ് എന്താണ്, ലീഡർഷിപ്പ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ കൺസിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ബ്ലോക്ക് 4 ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്ന് പറയുന്ന ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ബ്ലോക്ക് 5ലോട്ട് വരുമ്പോൾ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ്, എവിടെയൊക്കെയാണ് മാനേജ്മെന്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക, പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, ഇവിടെയൊക്കെയാണ് മാനേജ്മെന്റിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അവിടെയൊക്കെ എങ്ങനെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രാക്ടിക്കലി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നുള്ളതാണ് BCOC 132 ബിസിനസ് ഓർഗനൈസേഷൻ മാനേജ്മെന്റിൽ വരുന്നത്. ഇനി ഓരോ ബ്ലോക്കിനെയും കുറിച്ചിട്ട് ഡീറ്റെയിൽ, ഓരോ ബ്ലോക്കിലുള്ള യൂണിറ്റ്സുകൾ ഇതിൽ പറയുന്നതാണ്. അതിൽ ബ്ലോക്ക് 1ൽ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ബിസിനസ്സിൽ നമ്മൾ പറയുന്നത് നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതായത് ഇപ്പൊ എന്താണ് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ്, ടെക്നോളജിക്കൽ ഇന്നോവേഷൻ എന്താണ്, സ്കിൽ ഡെവലപ്മെന്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ്, ബിസിനസ് എത്തിക്സ്, എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ബിസിനസ്, ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 1ൽ. അതായത് ഇന്ത്യൻ ബിസിനസിന്റെ ഫൗണ്ടേഷൻ, അടിത്തറയെ കുറിച്ചിട്ടാണ് ഇവിടെ വരുന്നത്, എന്താണ് ബിസിനസ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ ഒരൊറ്റൊരു സ്ലൈഡിന്റെ ഉള്ളിൽ നമ്മൾ പറഞ്ഞതാണ്. പിന്നെ വീണ്ടും ഓരോന്ന് കട്ട് ചെയ്ത് വീണ്ടും വീണ്ടും പറയുന്നേന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് മൈൻഡിലോട്ട് ഒന്ന് സ്ട്രൈക്ക് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. ബ്ലോക്ക് 2ൽ ഇതേപോലെ തന്നെ 4 ലെസൺ, പിന്നെ ഒരു ബ്ലോക്കിലൊക്കെ ഏകദേശം 4 to 5 ലെസൺസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇനി ഇത് ബ്ലോക്ക് 3ൽ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനേജ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സുകൾ, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, അതിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി ബ്ലോക്ക് 4ൽ എന്താണ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് മോട്ടിവേഷൻ, എന്താണ് ലീഡർഷിപ്പ് എന്നുള്ളതിനെ കുറിച്ച് നോക്കി. ബ്ലോക്ക് 5ൽ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് മാനേജ്മെന്റിന് അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ പ്രാക്ടിക്കലി ആപ്ലിക്കബിലിറ്റി എവിടെയൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സബ്ജക്റ്റ് ആണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ്, BCOS 183. ഇപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചിലർക്കുള്ള ഡൗട്ടാണ് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ ഇതിലെ ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കുന്നത് എന്നുള്ളത് പല സ്റ്റുഡൻസിന് വരുന്ന ഡൗട്ടാണ്. കാരണം നമുക്കറിയാം ഇന്ന് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒരു കമ്പനിയുടെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും മെയിനായിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് സിസ്റ്റം ബേസ് ആണ്. നമ്മൾ എന്ത് കാര്യങ്ങളും സ്റ്റോർ ചെയ്യുന്നതും എന്ത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ഇനീഷ്യലി നമ്മൾ കണക്ട് ചെയ്യുന്നത് സിസ്റ്റത്തിലോട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു പേപ്പറിലായാലും ഒരു അഡ്വർടൈസ്മെന്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ജോബിന് വേണ്ടിയിട്ട് ഒരാൾ അവർ ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ആ വ്യക്തിക്ക് എന്താണ് കമ്പ്യൂട്ടറിൽ ഒരു പരിജ്ഞാനം വേണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്താണ് ഇത് കൊടുത്തിരിക്കുന്നത്. BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്.
അപ്പൊ ഇവിടെ യൂണിറ്റ് 1 ബ്ലോക്ക് 1 ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് 1 ഇൻട്രഡക്ഷൻ ടു കമ്പ്യൂട്ടേഴ്സ്. എന്താണ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻട്രഡക്ഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, പിന്നെ വെബ് ആപ്ലിക്കേഷൻ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ഇനി ബ്ലോക്ക് 2 വരുമ്പോൾ ഡാറ്റ ഹാൻഡ്ലിംഗ് എന്താണ് നോക്കുന്നുണ്ട്. ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റംസ്, യൂണിറ്റ് 6 IT സെക്യൂരിറ്റി മെഷേഴ്സ് ഇൻ ബിസിനസ്, ഇന്റർനെറ്റ് സർവീസസ് എന്തൊക്കെയാണ്, ഇമെയിൽ കോൺഫിഗറേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് പ്ലാസ്റ്റിക് മണി, എന്താണ് വാലറ്റ്, എന്താണ് ഓൺലൈൻ പേ, ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ബ്ലോക്ക് 2 വരുന്നത്. ബ്ലോക്ക് 3 വരുമ്പോൾ എന്താണ് വേർഡ് പ്രോസസ്സിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ് വേർഡ് പ്രോസസ്സിംഗ്. എങ്ങനെയാണ് വേർഡ് പ്രോസസ്സിംഗ്, അതിലെങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ വേർഡ് പ്രോസസ്സിങ്ങിനുള്ള അഡ്വാൻസ്ഡ് ടൂൾസ് എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി ബ്ലോക്ക് 4 വരുമ്പോൾ എങ്ങനെയാണ് ഒരു ബിസിനസ് പവർ പോയിന്റിന്റെ ഇമ്പോർട്ടൻസ്, എത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ബിസിനസ്സിൽ ഏറ്റവും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രസന്റേഷൻ. ഈ പ്രസന്റേഷന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് പവർ പോയിന്റിനെയാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു ബിസിനസ് പവർ പോയിന്റ് അല്ലെങ്കിൽ ബിസിനസ് ഡോക്യുമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് മൾട്ടിമീഡിയ വീഡിയോ മേക്കിംഗ് അല്ലെങ്കിൽ യൂട്യൂബ്, ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ബിസിനസ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുക, എങ്ങനെയാണ് പവർ പോയിന്റുമായിട്ട് നമ്മൾ എന്താ പറയാ പവർ പോയിന്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്, പിന്നെ എന്താണ് ബിസിനസ്സിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പവർ പോയിന്റിൽ പ്രസന്റേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ബ്ലോക്ക് 5 വരുമ്പോൾ സ്പ്രെഡ്ഷീറ്റ് ആൻഡ് ബിസിനസ് ആപ്ലിക്കേഷൻ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. യൂണിറ്റ് 16 and 17 സ്പ്രെഡ്ഷീറ്റ് ആൻഡ് കോൺസെപ്റ്റ്സ് ആൻഡ് ഫോർമുലാസ് ആൻഡ് ഫങ്ഷൻസ്. യൂണിറ്റ് 18 and 19 വരുമ്പോൾ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആൻഡ് അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഇൻ സ്പ്രെഡ്ഷീറ്റ്. യൂണിറ്റ് 20 വരുമ്പോൾ ക്രിയേറ്റിംഗ് ബിസിനസ് സ്പ്രെഡ്ഷീറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 5 കവർ ചെയ്തു പോകുന്നത്. അപ്പൊ നമ്മള് ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് സെം 1 പഠിക്കാനുള്ള കോഴ്സുകൾ ഏതൊക്കെയാണെന്നാണ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെമസ്റ്റർ 2 നിങ്ങളെ ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സെമസ്റ്റർ 2 നിങ്ങൾക്ക് 20 ക്രെഡിറ്റ്സ് പ്രോഗ്രാം ആണ് വരുന്നത്. രാഗി മാം ഓൾറെഡി പറഞ്ഞു ഓരോ സബ്ജക്റ്റിലും നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ക്രെഡിറ്റ്സ് അലോട്ട് ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റ്സ് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റിന് വേണ്ടി നിങ്ങൾ എത്ര അവേഴ്സ് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അതായത് ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 അവേഴ്സ് സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം BCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് നിങ്ങളുടെ കോർ കോഴ്സ് ആണ്. അത് നിങ്ങൾ 6 ക്രെഡിറ്റ് വാല്യൂ ആണ് യൂണിവേഴ്സിറ്റി അസൈൻ ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 180 അവേഴ്സോളം പഠിക്കേണ്ടി വരും, ആ ഒരു സബ്ജക്ട് പഠിക്കേണ്ടി വരും. അതിനൊരു ഇമ്പോർട്ടൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സെമസ്റ്റർ 2 പഠിക്കാനുള്ളത് ടോട്ടലി 4 സബ്ജക്ട്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് BCOC 131 നിങ്ങളുടെ കോർ കോഴ്സ് ആണ്. സെക്കൻഡ് വൺ BCOC 133 ബിസിനസ് ലോ, അതും കോർ കോഴ്സ് തന്നെയാണ്, 6 ക്രെഡിറ്റ്സ് തന്നെയാണ് വരുന്നത്. തേർഡ് വൺ ECO 0107 എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതും കോർ കോഴ്സ് ആണ്, 4 ക്രെഡിറ്റ്സ് ആണ് വരുന്നത്. പിന്നെ ലാസ്റ്റ് വൺ BRL 113 ബിസിനസ് എത്തിക്സ്, അത് വാല്യൂ എഡീഷൻ കോഴ്സ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന കോഴ്സ് ആണ്. അതിന് 4 ക്രെഡിറ്റ്സ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അലോട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത് നോക്കാം. BCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പ്രോബ്ലം പേപ്പർ ആണ്. ഇൻ ടോട്ടൽ നിങ്ങൾക്ക് 6 ബ്ലോക്സ് ആണ് ആ ഒരു സബ്ജക്റ്റിൽ പഠിക്കാനുണ്ടാവുക. രാഗി മാം നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലായിരുന്നോ ഓരോ സബ്ജക്റ്റിലും ബ്ലോക്സ് ഉണ്ട്, ആ ബ്ലോക്സിന്റെ ഉള്ളിൽ ഡിഫറെന്റ് യൂണിറ്റ്സ് ഉണ്ടാവും. അങ്ങനെ 6 ബ്ലോക്സ് ആണ് നിങ്ങൾക്ക് ആക്ച്വലി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിക്കാനുള്ളത്. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ബ്ലോക്ക് 1 നിങ്ങൾക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നാണ്. ബ്ലോക്ക് 1 പേര് വരുന്നത് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക് ആണ്. അതിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ടോട്ടലി 4 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ്. ഫസ്റ്റ് വൺ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ്. സെക്കൻഡ് വൺ അക്കൗണ്ടിങ് പ്രോസസ് ആൻഡ് റൂൾസ്. തേർഡ് വൺ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് ഫോർത്ത് വൺ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇതെന്ന് വെച്ചാൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽസ് ഓഫ് അക്കൗണ്ടിങ് കാര്യങ്ങളാണ് നിങ്ങൾ ബ്ലോക്ക് 1 പഠിക്കാനുള്ളത്. നമുക്ക് അക്കൗണ്ടിങ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് ഒരു പ്രോസസ് ഉണ്ട്. ഇപ്പൊ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് ക്യാഷ് കസ്റ്റമർ നിങ്ങളൊരു സാധനം സെല് ചെയ്യുന്ന സമയത്ത് കസ്റ്റമർ കാശ് തരുന്നത് അതൊരു ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ ഇനീഷ്യൽ ഓർഡറിൽ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്ത് പോകേണ്ടി വരും. അങ്ങനെയുള്ള ആ ഒരു ഫ്ലോവും ട്രാൻസാക്ഷൻസ് ഒക്കെ പഠിക്കാനുള്ള ആ റെക്കോർഡ് ചെയ്യണതിന്റെ പ്രിൻസിപ്പിൾസും സ്റ്റാൻഡേർഡ്സും ഒക്കെ പഠിക്കുന്നത് നിങ്ങൾ ആക്ച്വലി ഈ ഫസ്റ്റത്തെ ബ്ലോക്കിലാണ് കേട്ടോ. ഇനി നമ്മൾ ബ്ലോക്ക് 2 നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 2ന്റെ പേര് വരുന്നത് അക്കൗണ്ടിങ് പ്രോസസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ ഒരു അക്കൗണ്ടിങ് പ്രോസസ്സിൽ എന്തൊക്കെ സംഭവങ്ങളാണ് വരുന്നത്, ഏതൊക്കെ
ഇതിലാണ് നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ ബ്ലോക്ക് 2 പഠിക്കുന്നത്. ടോട്ടലി 3 യൂണിറ്റ്സ് ആണുള്ളത്. ജേർണൽ ആൻഡ് ലെഡ്ജർ, സബ്സിഡറി യൂണിറ്റ്സ് ആൻഡ് ട്രയൽ ബാലൻസ്. അങ്ങനെ 3 യൂണിറ്റ്സ് ആണ് നിങ്ങൾക്ക് ആക്ച്വലി ബ്ലോക്ക് 2 പഠിക്കാനുള്ളത്. നമ്മൾ ബ്ലോക്ക് 3 പോകുമ്പോൾ ബ്ലോക്ക് 3 പേര് വരുന്നത് ഫൈനൽ അക്കൗണ്ട്സ് ആണ്. ഓരോരോ ചെറിയ ചെറിയ സബ്സിഡറി അക്കൗണ്ട്സ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഫൈനൽ അക്കൗണ്ട്സിൽ നമ്മൾ എത്തും. അതാണ് ബ്ലോക്ക് 3 നമ്മൾ പഠിക്കാനുള്ളത്. ബ്ലോക്ക് 3 നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 3 യൂണിറ്റ്സ് ആണ്. ഡിപ്രീസിയേഷൻ, ഫൈനൽ അക്കൗണ്ട്സ് 1 ആൻഡ് ഫൈനൽ അക്കൗണ്ട്സ് 2 എന്ന് പറയുന്ന 3 യൂണിറ്റ്സ് ആണ് നിങ്ങൾക്ക് ബ്ലോക്ക് 3 പഠിക്കാനുള്ളത്. ബ്ലോക്ക് 4 നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 4 ഹയർ പർച്ചേസ് ആൻഡ് ഇൻലാൻഡ് ബ്രാഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ ഹയർ പർച്ചേസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി ഒറ്റയടിക്ക് കാശ് കൊടുക്കാണ്ട് കുറേശ്ശെ കുറേശ്ശെ കാശ് കൊടുത്തിട്ട് മേടിക്കുന്ന 4 യൂണിറ്റ്സ് ആണ് നിങ്ങൾക്ക് ബേസിക്കലി പഠിക്കാനുള്ളത്. അതിന് ഫസ്റ്റ് വൺ ഹയർ പർച്ചേസ് അക്കൗണ്ട്സ്, സെക്കൻഡ് വൺ ഹയർ പർച്ചേസ് അക്കൗണ്ട്സ് 2 ആൻഡ് തേർഡ് വൺ ബ്രാഞ്ച് അക്കൗണ്ട്സ് ആൻഡ് ഫോർത്ത് വൺ ബ്രാഞ്ച് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ പർച്ചേസും ബ്രാഞ്ച് അക്കൗണ്ടും ആണ് നിങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. അടുത്തത് ബ്ലോക്ക് 5 ആണ്. 6 ബ്ലോക്സ് ഉണ്ടെന്നല്ലേ നമ്മൾ പറഞ്ഞത്. അതിൽ ബ്ലോക്ക് 5 കൺസൈൻമെന്റ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഇതില് 3 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. കൺസൈൻമെന്റ് അക്കൗണ്ട്സ് 1, കൺസൈൻമെന്റ് അക്കൗണ്ട്സ് 2 ആൻഡ് ജോയിന്റ് വെഞ്ചർ അക്കൗണ്ട്സ് തുടങ്ങിയിട്ടുള്ള 3 യൂണിറ്റ്സ് ആണ് ബ്ലോക്ക് 5 പഠിക്കാനുള്ളത്. ഇനി നമ്മൾ ബ്ലോക്ക് 6 വരുമ്പോൾ ബ്ലോക്ക് 6 പേര് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നത്തെ കാലത്ത് എല്ലാ ബിസിനസ്സിലും ഒരു ടാലി സോഫ്റ്റ്വെയർ എങ്കിലും മിനിമം ഉണ്ടാവും. അപ്പൊ ആ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നാണ് 4 യൂണിറ്റ്സിൽ ബ്ലോക്ക് 6 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആൻഡ് ക്രിയേഷൻ ഓഫ് കമ്പനി, സെക്കൻഡ് വൺ ക്രിയേറ്റിംഗ് മാസ്റ്റേഴ്സ്, തേർഡ് വൺ വൗച്ചർ എൻട്രീസ് ആൻഡ് ഇൻവോയ്സിംഗ് ആൻഡ് ഫോർത്ത് വൺ പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്സ്. കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് ഒരു അക്കൗണ്ടിംഗ് പ്രോസസ്സ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ആക്ച്വലി ബ്ലോക്ക് 6 പഠിക്കുന്നത്. ഇതോടുകൂടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ബ്ലോക്സ് എല്ലാം കംപ്ലീറ്റ് ആവും. 100 മാർക്സിന് ആണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എക്സാം സാധാരണ നടക്കാറുള്ളത് കേട്ടോ. ഈ നെക്സ്റ്റ് സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ പഠിക്കാനുള്ള നെക്സ്റ്റ് സബ്ജക്റ്റ് ആണ് BCOC 133 ബിസിനസ് ലോ. ബിസിനസ് ലോയിൽ നിങ്ങൾക്ക് 6 ബ്ലോക്സ് തന്നെയാണ് പഠിക്കാനുള്ളത്. അതിൽ ബ്ലോക്ക് 1 നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് ജനറൽ ലോ ഓഫ് കോൺട്രാക്ട് ആണ് വരുന്നത്. ഫസ്റ്റത്തെ ബ്ലോക്കിന്റെ പേര് അതാണ്. അതിന്റെ ഉള്ളിൽ തന്നെ 4 ഡിഫറെന്റ് യൂണിറ്റ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ എസെൻഷ്യൽസ് ഓഫ് എ കോൺട്രാക്ട്, സെക്കൻഡ് വൺ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്, തേർഡ് വൺ കപ്പാസിറ്റി ഓഫ് പാർട്ടീസ്, ഫോർത്ത് വൺ ഫ്രീ കൺസെന്റ്. നമുക്ക് പെട്ടെന്ന് ഒരാളുടെ അടുത്ത് പോയിട്ട് ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിന് നിങ്ങൾക്ക് ചില കപ്പാസിറ്റി വേണം, ഫ്രീ കൺസെന്റ് ആയിരിക്കണം. ആരും നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയിട്ടോ ഒന്നും ആവരുത് നിങ്ങൾ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാനുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. ഒരു കോൺട്രാക്ട് വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിൽ അത് ഉപകാരപ്പെടുന്ന ചാപ്റ്റേഴ്സ് ആണ് ഇതൊക്കെ. നമ്മൾ ഒരാളുടെ കൂടെ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ആ ഒരു കോൺട്രാക്ട് ലീഗലി വാലിഡ് ആവുന്നതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് 1 പഠിക്കുന്നത് കേട്ടോ. അടുത്തത് ബ്ലോക്ക് 2 നോക്കുന്ന സമയത്ത് ബ്ലോക്ക് 2 ജനറൽ ലോ ഓഫ് കോൺട്രാക്ടിന്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അതിനും 4 യൂണിറ്റ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ വോയിഡ് അഗ്രിമെന്റ്സ് ആൻഡ് കണ്ടിജന്റ് കോൺട്രാക്ട്സ്, തേർഡ് വൺ പെർഫോമൻസ് ആൻഡ് ഡിസ്ചാർജ് ആൻഡ് ലാസ്റ്റ് വൺ റെമഡീസ് ഫോർ ബ്രീച്ച് ആൻഡ് ക്വാസി കോൺട്രാക്ട്. അതായത് നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് ആ കോൺട്രാക്ട് ചിലപ്പോൾ വോയിഡ് ആയി മാറിയേക്കാം. ചിലപ്പോ ഒരു മൈനർ 18 വയസ്സിൽ താഴെയുള്ള ഒരാളുടെ കൂടെ നമ്മൾ ഒരു കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് വാലിഡ് ആയിക്കോളണം എന്നില്ല. അങ്ങനെ നമ്മുടെ തന്നെ ഡെയിലി ലൈഫിൽ നമ്മൾ കണ്ടതും അറിഞ്ഞതുമായിട്ടുള്ള ടൈപ്പ് ഓഫ് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടുള്ള കോൺട്രാക്റ്റിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പഠിക്കുന്നതാണ് നമ്മൾ ബ്ലോക്ക് 2 നമ്മൾ ഇനി പഠിക്കാൻ വേണ്ടി പോകുന്നത്. അടുത്തത് ബ്ലോക്ക് 3 വരുന്ന സമയത്ത് സ്പെസിഫിക് കോൺട്രാക്ട്സ് ആണ്. നമ്മൾ ഇത്രയും നേരം ജനറൽ കോൺട്രാക്ട്സ് ആണ് നോക്കിയത്. ഈ സ്പെസിഫിക് ആയിട്ടുള്ള കോൺട്രാക്ട്സ് ആണ് ബ്ലോക്ക് 3 വരുന്നത്. സ്പെസിഫിക് ആയിട്ടുള്ള കോൺട്രാക്ട്സിന്റെ ബ്ലോക്ക് 3 3 യൂണിറ്റ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇൻഡെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി, ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ് ആൻഡ് കോൺട്രാക്ട് ഓഫ് ഏജൻസി. ഇത് പല ടേംസും നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒക്കെ കേട്ടൊരു പരിചയം ഉണ്ടാവും. ഇൻഡെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി എന്നൊക്കെ നമുക്ക് അറിയാലോ. നമ്മളിപ്പോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ സാധാരണ മേടിക്കുന്ന സമയത്ത് ഇതിന് ഗ്യാരണ്ടി ഉണ്ടോ വാറണ്ടി ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ് എന്ന് പറയുന്നത് പണയപ്പെടുത്തുന്ന കാര്യങ്ങൾ. കോൺട്രാക്ട് ഓഫ് ഏജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഏജന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന റൈറ്റ്സും ഡ്യൂട്ടീസും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് 3 പഠിക്കുന്നത്. അടുത്തത് ബ്ലോക്ക് 4 വരുന്ന സമയത്ത് പാർട്ട്ണർഷിപ്പ് ആണ് നമ്മൾ ബ്ലോക്ക് 4 പഠിക്കുന്നത്. പാർട്ട്ണർഷിപ്പിൽ തന്നെ 4 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഡെഫിനിഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, സെക്കൻഡ് വൺ റൈറ്റ്സ് ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് പാർട്ട്ണർ, തേർഡ് വൺ ഡെസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫോം ആൻഡ് ഫോർത്ത് വൺ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് LLP എന്ന് പറയും.
നമ്മുടെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, പല ബിസിനസിന്റെയും ലാസ്റ്റ് ഒരു പേരിന്റെ ലാസ്റ്റ് LLP ഉണ്ടാവും. ഇതൊക്കെ എന്താണ്, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതിന്റെയൊക്കെ ഡിഫറൻസ് എന്താണ് ഇതൊക്കെ തമ്മിലുള്ള എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ബ്ലോക്ക് 4 ബേസിക് ആയിട്ട് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അടുത്തൊരു ബ്ലോക്ക് 5 വരുന്ന സമയത്ത് ബ്ലോക്ക് 5 സെയിൽ ഓഫ് ഗുഡ്സ് ആണ്. സെയിൽ ഓഫ് ഗുഡ്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 4 യൂണിറ്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ നേച്ചർ ഓഫ് കോൺട്രാക്ട് ഓഫ് സെയിൽ ആൻഡ് ഡെലിവറി, ആൻഡ് ലാസ്റ്റ് വൺ റൈറ്റ്സ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ. ഒരു ഗുഡ്സ് സെയിൽ ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ഇഷ്യൂസും അതെങ്ങനെ സോൾവ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിൽ പറയുന്നത്. അതിൽ ഇപ്പൊ ലാസ്റ്റ് വൺ റൈറ്റ്സ് ഓഫ് ആൻ അൺപെയ്ഡ് സെല്ലർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ബിസിനസ് മാൻ ആണെങ്കിൽ നമ്മളൊരു സാധനം വിറ്റു, നമുക്ക് അവര് ഒരു അഡ്വാൻസ് ഒരു പകുതി കാശ് തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ റൈറ്റ്സ് ആണ് ഉണ്ടാവുന്നത്? നമുക്ക് ആ ഗുഡ്സ് വേണമെങ്കിൽ തിരിച്ചെടുക്കാം, നമുക്ക് ഡാമേജിന് വേണമെങ്കിൽ കേസ് ഫയൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി ലൈഫിൽ തന്നെ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്നതായ കാര്യങ്ങൾ, അങ്ങനെ ഒരു പ്രാക്ടിക്കൽ എന്താ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ബ്ലോക്ക് 5 സെയിൽ ഓഫ് ഗുഡ്സിലും പഠിക്കുന്നത്. അടുത്ത ബ്ലോക്ക് 6 വരുന്ന സമയത്ത് അടുത്ത സബ്ജക്ട് ആണ്. ഈ ഒരു സബ്ജക്ട് ഇപ്പൊ നമ്മള് നേരത്തെ കണ്ടിട്ടുള്ള എന്താ ബിസിനസ് പക്ഷെ നമ്മള് എക്സാം വരുന്നുണ്ടാവുക. നിങ്ങൾക്ക് ടോട്ടലി പഠിക്കാനുള്ളത് 4 ബ്ലോക്സ് ആണ് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 1 ബേസിക് സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺസെപ്റ്റ്സ് ആണ്. അതിൽ വരുന്നത് 4 യൂണിറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്, second one organizing statistical survey, third one accuracy, approximation and errors, fourth one ratios, percentage. പ്രോബ്ലം പേപ്പർ ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യേണ്ടി വരും. എലമെന്റ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ബോത്ത് തിയറിയും പ്രാക്ടിക്കലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷെ നമുക്ക് ചെറിയ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ചെറിയ പ്രോബ്ലംസും ചോദിച്ചു കാണാറുണ്ട് കേട്ടോ എക്സാം. ബ്ലോക്ക് 2 വരുന്ന സമയത്ത് കളക്ഷൻ, ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. അതിൽ തന്നെ 5 യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. കളക്ഷൻ ഓഫ് ഡാറ്റ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ, ടാബുലർ പ്രസന്റേഷൻ, ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ആൻഡ് ഗ്രാഫിക് പ്രസന്റേഷൻ. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുക. ഇപ്പൊ നമ്മളിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മീറ്റിംഗിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, അത് ഏതൊക്കെ ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ടാബുലർ ഡാറ്റ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ടോട്ടൽ ആൾക്കാരെ ഡിഫറെന്റ് ജില്ലകളുടെ ബേസിൽ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും, ജെൻഡറിന്റെ ബേസിൽ വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ഡാറ്റ കളക്ഷനും ക്ലാസിഫിക്കേഷനും ആ ഡാറ്റ എങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യണമെന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ബ്ലോക്ക് 2 പഠിക്കുന്നത്. ബ്ലോക്ക് 3 വരുന്ന സമയത്ത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആണ് നമ്മൾ നോക്കുന്നത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ 4 യൂണിറ്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ കൺസെപ്റ്റ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് മീൻ, second one median, and third one mode, and fourth one geometric, harmonic and moving averages. ഇത്രയും ഒരു പ്രോബ്ലം മീൻ കാൽക്കുലേഷൻ, മീഡിയൻ കാൽക്കുലേഷൻ ഒക്കെ ചെറിയ രീതിയിലുള്ള പ്രോബ്ലംസ് ആണ്. നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങൾ തന്നെയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ബ്ലോക്കാണ് ബ്ലോക്ക് 3 വരുന്നത് കേട്ടോ. ബ്ലോക്ക് 4 വരുന്ന സമയത്ത് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആൻഡ് സ്ക്യൂനെസ് ആണ് നമുക്ക് ബ്ലോക്ക് 4 പഠിക്കാനുള്ളത്. ബ്ലോക്ക് 4 തന്നെ 3 യൂണിറ്റ്സ് ഉണ്ട്. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ, മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ 2 ആൻഡ് മെഷേഴ്സ് ഓഫ് സ്ക്യൂനെസ്. ഇങ്ങനെ 3 ഇതും ഒരു സ്ക്യൂനെസും ഒരു പ്രോബ്ലം ഓറിയന്റഡ് ഏരിയ തന്നെയാണ്. അപ്പൊ ഈ ഒരു 3 യൂണിറ്റ്സ് ആണ് നിങ്ങൾക്ക് ബ്ലോക്ക് 4 പഠിക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ സെക്കൻഡ് സെമ്മിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള, ഇപ്പൊ നമ്മൾ ഏതൊക്കെ നോക്കി, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നോക്കി, ബിസിനസ് ലോ നോക്കി, സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കി. ഇനി BRL 113 ബിസിനസ് എത്തിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് നിങ്ങൾക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് സെക്കൻഡ് സെമ്മിൽ പഠിക്കാനുള്ളത്. ഇത് ഈ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിസിനസ് സിനാരിയോയില് എത്തിക്സിന്റെ ഒരു വാല്യൂ എങ്ങനെയാണെന്നുള്ളത് സ്റ്റുഡൻസിന് അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സബ്ജക്റ്റിന്റെ പ്രത്യേക യൂണിറ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് എത്തിക്സ്, സെക്കൻഡ് വൺ ഫെയർ ട്രേഡ് പ്രാക്ടീസസ് ഇൻ റീറ്റെയിൽ ബിസിനസ്, third one consumer privacy and data protection in retail, ethical consideration, fourth one ethical practices in products, fifth one ethical practices in products, sixth one ethical practices in pricing, seventh one ethical practices in promotion in the retail sector, eighth one ethical practices in managing distribution,
നയൻത് വൺ എത്തിക്കൽ പ്രാക്ടീസസ് ഫോർ എംപ്ലോയീസ്. ഇത് നോക്കുമ്പോൾ തന്നെ ഇപ്പൊ ഇനിയും ഒരു 3 കൂടെ ബാക്കിയുണ്ട്. ഈ ഒരു 9 നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ബിസിനസിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഇതിലും പ്രൈസിങ്, നമ്മളെ ഒരു സാധനങ്ങൾക്ക് നമ്മൾ വില നിശ്ചയിക്കുമ്പോൾ എന്തൊക്കെയാണ് എത്തിക്കലി ആവണം എന്ന് വെച്ചാൽ ഒരു വല്ലാതെ കൊള്ള ലാഭം എടുത്തിട്ട് നമുക്ക് പ്രൈസ് എന്തൊക്കെ എത്തിക്കൽ പ്രാക്ടീസസ് ആണ് മാനേജ് ചെയ്യേണ്ടത്, നമ്മൾ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ എത്തിക്കൽ പ്രാക്ടീസസ് ആണ് തുടങ്ങിയിട്ടുള്ള ബിസിനസിന്റെ ഉള്ളിലുള്ള ആക്ടിവിറ്റീസിനെ എങ്ങനെയൊക്കെ എത്തിക്കൽ ആയിട്ട് നമുക്ക് ചെയ്യാം, ഫെയർ ട്രേഡ് ആയിട്ട് എങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ് ഈ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 3 യൂണിറ്റ്സും കൂടെ വരുന്നുണ്ട്. അതിന് 10ാമത്തത് എത്തിക്കൽ പ്രാക്ടീസസ് ഇൻ സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റീസ് ഇൻ റീറ്റെയിൽ ബിസിനസ്. 11th one, ethical practices in customer service and grievance resolution in retail. 12th one, ethical practices in managing health, safety and occupational hazards in the retail industry. നമുക്ക് എത്തിക്കലി തന്നെ എങ്ങനെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം, കസ്റ്റമർ സർവീസ് എങ്ങനെ കൊടുക്കാം, സോഷ്യൽ ആൻഡ് എൻവയോൺമെന്റൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, എന്താ പറയാ, ഒരു ഹസാർഡ്സ് ഒന്നും ഇല്ലാണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് എത്തിക്കൽ പ്രാക്ടീസ് വഴി നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ് ബേസിക്കലി നിങ്ങൾക്ക് ഈ ഒരു 4ാമത്തെ സബ്ജക്റ്റിന്റെ ബിസിനസ് എത്തിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ബാക്കിയുള്ള 3 സബ്ജക്ട് വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു ന്യൂ സബ്ജക്റ്റുമാണ്. പിന്നെ ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു 12 യൂണിറ്റ്സ് ആണ് ഇൻ ടോട്ടൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഈ ഒരു 4 സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് സെക്കൻഡ് സെമിസ്റ്ററിൽ പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും ഓൺ ബോർഡിംഗ് മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഇപ്പൊ ഓറിയന്റേഷൻ സെഷനിലോട്ട് എത്തിയിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും കറസ്പോണ്ടിങ് മെന്റേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. അപ്പൊ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ബേസിക്കലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ള പോയിന്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂഷ്വലി ഈച്ച് കോഴ്സ് ഹാസ് അസൈൻമെന്റ് ദാറ്റ് നീഡ് ടു ബി സബ്മിറ്റഡ് അറ്റ് ദ അലോട്ടഡ് ഇഗ്നോ സ്റ്റഡി സെന്റർ വിത്തിൻ ഡ്യൂ ഡേറ്റ്. നിങ്ങളുടെ ഇഗ്നോ സ്റ്റഡി സെന്ററിൽ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും നമുക്ക് ഒരു അസൈൻമെന്റ് എങ്കിലും എഴുതി വെക്കേണ്ടി വരും കേട്ടോ. എല്ലാ സബ്ജക്റ്റിനും, അതായത് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും കൂടെ നിങ്ങൾക്ക് 8 സബ്ജക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിന്റെ എക്സാം എഴുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4 സബ്ജക്റ്റിന്റെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. സെക്കൻഡ് സെമ്മിന്റെ എക്സാം എഴുതുന്നതിന് മുമ്പ് അടുത്ത 4 അസൈൻമെന്റ്സും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ആ ഡ്യൂ ഡേറ്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് തന്നെ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുമ്പോൾ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് പബ്ലിഷ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഡ്യൂ ഡേറ്റ്സ് ഉണ്ടാവും. അപ്പൊ ആ ഡ്യൂ ഡേറ്റിന്റെ ഉള്ളിൽ തന്നെ നമ്മുടെ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. എവിടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ സ്റ്റഡി സെന്ററിലാണ്. നമ്മൾ ഓരോരുത്തരും സെലക്ട് ചെയ്തിട്ടുള്ള സ്റ്റഡി സെന്റേഴ്സിൽ വേണം സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി. അസൈൻമെന്റ്സ് ഹാവ് ഡിസ്ക്രിപ്റ്റീവ് കാറ്റഗറി ക്വസ്റ്റ്യൻസ് ആൻഡ് ഷോർട്ട് കാറ്റഗറി ക്വസ്റ്റ്യൻസ്. അസൈൻമെന്റ്സ് ക്വസ്റ്റ്യൻസ് ഇഗ്നോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത്, യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് അതിനുള്ളിൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ലോങ് ആൻസർ ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. അസൈൻമെന്റ്സ് നീഡ് ടു ബി സബ്മിറ്റഡ് ഇൻ ഹാൻഡ് റിട്ടൺ ഫോം to your respective IGNOU study center before due date. നമ്മൾ പ്രിന്റഡ് ഫോമിലല്ല വയ്ക്കേണ്ടത്, നമ്മളെ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയിട്ട് വേണം നമ്മൾ അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത 4th പോയിന്റ്, കീപ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി ഓഫ് സബ്മിറ്റഡ് അസൈൻമെന്റ്സ് ഫോർ ഫ്യൂച്ചർ റെക്കോർഡ്. നമ്മൾ എപ്പോഴും നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന അസൈൻമെന്റ്സിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി, അതായത് ഫോട്ടോസ്റ്റാറ്റോ മറ്റോ നമ്മൾ നമ്മുടെ കയ്യിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. കാരണം വൺ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ലേറ്റർ ഓൺ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ അസൈൻമെന്റ്സ് എങ്ങാനും സബ്മിറ്റ് ചെയ്തിട്ടില്ലാന്നോ അല്ലെങ്കിൽ മാർക്സ് എന്തെങ്കിലും നിങ്ങൾക്ക് കുറച്ച് കുറവായിട്ട് ഫീൽ ചെയ്യോ, നമുക്കത് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണോ സബ്മിറ്റ് ചെയ്തത് അതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. അടുത്തത്, ഗെറ്റ് ദ സബ്മിഷൻ അക്നോളജ്മെന്റ് റെസീപ്റ്റ് ഫ്രം ദ സ്റ്റഡി സെന്റർ കോർഡിനേറ്റർ. അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യണ സമയത്ത് നിങ്ങൾക്ക് അവിടുന്ന് ഒരു അക്നോളജ്മെന്റ് റെസീപ്റ്റ് മേടിക്കാൻ പറ്റും. അതായത് ഇത്ര അസൈൻമെന്റ്സ് ഞാൻ വച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരവിടുത്തെ ഓഫീസ് സീൽ വെച്ച് സൈൻ ചെയ്ത് തരും. ആ ഒരു റെസീപ്റ്റ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ കേസ് നിങ്ങൾ അസൈൻമെന്റ്സ് വെച്ചിട്ടും നിങ്ങളുടെ മാർക്സ് അപ്ലോഡ് ആയി വരാതിരിക്കുകയോ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തു എന്നുള്ളതിന്റെ ഏക തെളിവ് അക്നോളജ്മെന്റ് റെസിപ്റ്റ് ആണ്. അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് അസൈൻമെന്റ്സ് വെക്കുമ്പോൾ അക്നോളജ്മെന്റ് റെസിപ്റ്റ് ചോദിച്ചു വാങ്ങണം. അത് മറന്നു പോകരുത്. ആ ഒരു പ്രൂഫ് മാത്രമേ നമ്മുടെ അടുത്ത് ഉണ്ടാവും. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ അവർ വാല്യൂറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് കളക്ട് ചെയ്യാനാണ് പറയുന്നത്. ഐ വാല്യൂറ്റഡ് അസൈൻമെന്റ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ്ലി പോയിട്ട് സ്റ്റഡി സെന്റേഴ്സിന് തിരിച്ച് കൈപ്പറ്റാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമുക്ക് തിരിച്ച് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അസൈൻമെന്റ്സിന്റെ പേര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് ആണ്. അതായത് അവരത് വാല്യൂ ചെയ്ത് നിങ്ങളുടെ മാർക്സ് ഒക്കെ എഴുതിയിട്ടുള്ള ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് ആണ് അറിയപ്പെടുന്നത്. അടുത്തത്, ഓൺലി വെൻ യു പാസ് മിനിമം 35% ഇൻ ദ അസൈൻമെന്റ്സ് ഓഫ് ദി കോഴ്സ് യു ആർ എലിജിബിൾ ടു അപ്പിയർ ഇൻ ദ ടേം ആൻഡ് എക്സാം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അസൈൻമെന്റ്സ് വെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുള്ളൂ. അത് തന്നെ നിങ്ങൾ അസൈൻമെന്റ്സിന് മിനിമം 35% മാർക്സ് സ്കോർ ചെയ്യണം. അതായത് 100 മാർക്കിന്റെ അസൈൻമെന്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം 35 മാർക്സ് എങ്കിലും
അസൈൻമെന്റ്സിന് കിട്ടിയിരിക്കണം. എന്നാൽ മാത്രമേ അസൈൻമെന്റ്സ് പാസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ if you do not pass in the assignments, you have to download fresh assignments in the next academic session and resubmit within a newly specified due date. In case നിങ്ങൾ അസൈൻമെന്റ്സ് വച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് എന്താണ് നമുക്കത് പാസ് ആയില്ല, അങ്ങനെ ഒരു അവസരം വരാതിരിക്കട്ടെ, അങ്ങനെ വരാറില്ല നമ്മള്. പക്ഷെ ഒരു ഇതായതുകൊണ്ട്, റൂൾ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഇൻ കേസ് അങ്ങനെ പാസ് ആയില്ല, 35 മാർക്സിലും കുറവ് മാർക്കാണ് കിട്ടിയെന്നുണ്ടെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ അസൈൻമെന്റ്സ് എഴുതി സബ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നാണ് കേട്ടോ പറയുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആ അക്കാദമിക് സെഷനിൽ പറ്റുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അസൈൻമെന്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അടുത്തതായിട്ട് ടേം ആൻഡ് എക്സാമിനേഷൻ ആണ് നടക്കുന്നത്. നമുക്കറിയാം നിങ്ങൾ BBA സ്റ്റുഡൻസിന്റെ സെം വൈസ് ആണ് എക്സാം നടക്കുന്നത്. സെം വൈസ് എപ്പോഴൊക്കെയാണ് നടക്കാറുള്ളത്? എല്ലാ കൊല്ലവും ജൂണിലും ഡിസംബറിലും ആണ്. ഇയർലി 2 പ്രാവശ്യമാണ് എക്സാംസ് വരാറുള്ളത്. യു ക്യാൻ അപ്പിയർ എക്സാം സെമസ്റ്റർ വൈസ്. സെം 1 സെം 2 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് കോഴ്സ് വർക്ക് ആൻഡ് ഗെറ്റിംഗ് പാസ് ഗ്രേഡ് ഇൻ അസൈൻമെന്റ്സ്, യു ആർ എലിജിബിൾ ടു ഫിൽ എക്സാം ഫോം ഓൺലൈൻ ഫോർ ദോസ് കോഴ്സസ്. നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ കോഴ്സ് വർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ഫോം നമ്മൾ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യും. എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഫോം പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അസൈൻമെന്റ്സും കംപ്ലീറ്റ് ചെയ്ത് ഇത് പഠിത്തം ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. TE forms need to be filled online before the last date, approximately 31st March for June exam and 30th September for December exam. നമ്മൾ ഓൺലൈൻ ആയിട്ട് വേണം എക്സാമിന്റെ ഫോംസ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂൺ എക്സാമിന് നിങ്ങൾ മാർച്ച് 31 മുൻപും ഡിസംബർ എക്സാമിന് യൂഷ്വലി സെപ്റ്റംബർ 30 ആയിരിക്കും ഡ്യൂ ഡേറ്റ്സ് വരാറുള്ളത് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസൈൻമെന്റ്സ് പാസ് ആവണമെങ്കിൽ നിങ്ങൾക്ക് മിനിമം 35% വേണം. നിങ്ങളുടെ ടേം ആൻഡ് എക്സാമിനേഷൻ പാസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 35% മാർക്സ് എല്ലാ സബ്ജക്റ്റിനും നിങ്ങൾക്ക് കിട്ടണം. അടുത്തത്, if you get less than 35% in TE for any course, you have to appear the same exam in the next TE within 6 years of program. അതായത് നമ്മള് രാഗി മാം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലായിരുന്നു നിങ്ങൾക്ക് BBA 3 years ആണ് കോഴ്സ്. അത് തന്നെ യൂണിവേഴ്സിറ്റി ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും പേപ്പർ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇനിഷ്യലി രജിസ്റ്റർ ചെയ്ത ഡേറ്റ് മുതൽ ഉള്ള 6 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾ ആ പേപ്പർ വീണ്ടും എഴുതിയിട്ട് ക്ലിയർ ചെയ്യേണ്ടതാണ്. അപ്പൊ ഇത്രയാണ് എക്സാമിനേഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്തത് ഇനി ഇവാലുവേഷനും ബാക്കി ഗ്രേഡിംഗ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് രാഗി മാം എക്സ്പ്ലെയിൻ ചെയ്യും കേട്ടോ. ഫസ്റ്റ് സെമ്മിലെ സബ്ജക്ട്സ് എന്താണെന്നുള്ളതും സെക്കൻഡ് സെമ്മിലെ സബ്ജക്ട്സ് എന്താണെന്നുള്ളതും അതുപോലെ തന്നെ നിങ്ങളുടെ അസൈൻമെന്റ് എന്താണ്, ടേം ആൻഡ് എക്സാമിനേഷൻ എന്തൊക്കെയാണ്, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ എന്താണ് ഇതുവരെ നിങ്ങൾ കേട്ടു. ഇനി ഇവാലുവേഷൻ ഗ്രേഡിംഗ് സിസ്റ്റം, അതായത് ഇഗ്നോയിലെ ഇവാലുവേഷൻ സിസ്റ്റം എങ്ങനെയാണ്, ഗ്രേഡിംഗ് സിസ്റ്റം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവാലുവേഷൻ ഗ്രേഡിംഗ് സിസ്റ്റത്തിന് 2 പാർട്സ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ഓഫ് തിയറി ത്രൂ ട്യൂട്ടർ മാർക്ക് അസൈൻമെന്റ്സ്. എന്താണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അസൈൻമെന്റ് ഉണ്ട്, നമ്മൾ അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ എല്ലാവരോടും പറയാറുണ്ട്, നമ്മുടെ ഓൺബോർഡിംഗ് പ്രോസസ്സിൽ പറയാറുണ്ട്, നിങ്ങൾ അസൈൻമെന്റിലും മിനിമം 35% ഓഫ് മാർക്ക് വാങ്ങണം. പ്ലസ് നിങ്ങൾ ടേമിന്റെ ഇവാലുവേഷൻ അങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സിലും നിങ്ങൾ എന്ത് ചെയ്യണു, ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടേം ആൻഡ് എക്സാമിനേഷനിലും നിങ്ങൾ എന്താണ് മിനിമം 35% ഓഫ് മാർക്ക് വാങ്ങണം. ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ അസൈൻമെന്റിൽ കിട്ടിയിരിക്കുന്ന മാർക്കിനെ 30%ലോട്ടും കൺവേർട്ട് ചെയ്യും. ടേം ആൻഡ് എക്സാമിനേഷനിൽ കിട്ടിയിരിക്കുന്ന മാർക്കിനെ 70%ലോട്ടും കൺവേർട്ട് ചെയ്യും. അങ്ങനെ 30% പ്ലസ് 70% ആവുമ്പോൾ 100%ലോട്ട് അത് കൺവേർട്ട് ചെയ്തു. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, മാർക്ക് നിങ്ങളൊരു സബ്ജക്റ്റിൽ പാസ്സായി എന്ന് പറയുന്നത്. അപ്പോൾ ഓവറോളും നിങ്ങൾക്ക് എന്ത് വേണം, മിനിമം 35% മാർക്ക് നിങ്ങൾക്ക് വാങ്ങണം. അതായത് ടേമിന്റെ എക്സാമിനേഷനിൽ 35% മാർക്ക് വാങ്ങണം, അസൈൻമെന്റിൽ 35% മാർക്ക് വാങ്ങണം. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അസൈൻമെന്റിന് 30%ലോട്ട് കൺവേർട്ട് ചെയ്യും. ടേമിന്റെ എക്സാമിനേഷന് 70% മാർക്കിലോട്ട് കൺവേർട്ട് ചെയ്യും. ആ കിട്ടുന്ന മാർക്കിന് 100ൽ മിനിമം 35% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഗ്രേഡിംഗ് ടേബിൾ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഇഗ്നോയിലൊരു 10 പോയിന്റ് ഗ്രേഡിംഗ് സിസ്റ്റം ആണ് ഉള്ളത്. അപ്പൊ അതില് നമ്മൾ എവിടെയും കേൾക്കാത്ത രീതിയിൽ ഒരു O എന്ന് പറയുന്ന ഒരു ഗ്രേഡും കൂടി ഇഗ്നോയിൽ ആഡ് ആയിട്ടുണ്ട്. അതായത് O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, A+ എന്ന് പറഞ്ഞാൽ എക്സലന്റ്. അപ്പൊ ഗ്രേഡിംഗ് ടേബിളില് നമ്മൾ പറയുന്നത് ഇഗ്നോയില് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്ലൈഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? എനിക്ക് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആണോന്ന് അറിയില്ല. ഓക്കെ ആയിരുന്നു, ആ സ്ലൈഡ് കണ്ടിരുന്നോ?
കണ്ടിരുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ ഗ്രേഡിംഗ് ടേബിൾ എന്ന് പറയുന്നത് ഇഗ്നോറിൽ ഒരു 10 പോയിന്റ് ഗ്രേഡിംഗ് ടേബിൾ ആണ് ഉള്ളത്. അതിൽ O ഗ്രേഡ് കിട്ടുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എന്നാണ്. അതിൽ ഗ്രേഡ് എന്ന് പറയുന്നത് അതായത് 10 പോയിന്റ് എന്നുള്ള രീതിയിലാണ്. അതായത് മോർ ദാൻ 85 മാർക്സ് സ്കോർ ചെയ്യുന്ന ഒരു കുട്ടി, പെർസെൻറ്റേജ് സ്കോർ ചെയ്യുന്ന ആളെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. A+ എന്ന് പറയുന്നത് എന്താ പറയാ, ലെസ് ദാൻ 85 പക്ഷെ ഗ്രേറ്റർ ദാൻ 75 to 85 അതിന്റെ ഉള്ളിൽ റേഞ്ച് വരുന്നതിനാണ് A+ എന്ന് പറയുന്നത്. A ഗ്രേഡ് 65 to 75 റേഞ്ച്. B ഗ്രേഡ് അതായത് ഗുഡ് എന്നുള്ളതാണ്, അതിന് 7 പോയിന്റ് ആണ് വരുന്നത്, 55 to 65. B എന്ന് പറയുമ്പോൾ എബവ് ആവറേജ് 6 ആണ് അതിന്റെ പോയിന്റ് വരുന്നത്, 50 to 55% ഓഫ് മാർക്ക് അറ്റൈൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബി ഗ്രേഡ് എന്ന് പറയുന്നത്. സി ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് 5 പോയിന്റ് ആണ്, 40 to 50. ആൻഡ് ഡി ഗ്രേഡ് എന്ന് പറയുന്നത് എന്താ പാസ്സാണ്, 4.35 to 40%. എഫ് എന്ന് പറയുന്നത് ഫെയിൽ ആണ്. അപ്പൊ മിനിമം നിങ്ങൾ അറ്റൈൻ ചെയ്യേണ്ട മാർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, മിനിമം 40% ഓഫ് മാർക്ക് നിങ്ങൾ അറ്റൈൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് ഡി ഗ്രേഡ് മാർക്ക് അറ്റൈൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഡിക്ക് താഴെ അതായത് എഫ്ഒ അല്ലെങ്കിൽ എ ബി എന്ന് പറഞ്ഞാൽ ആബ്സെന്റ് ആണ്. നിങ്ങൾ എക്സാമിന് പോയില്ല എങ്കിൽ അവിടെ എ ബി എന്ന് വരും. അപ്പൊ അതിനർത്ഥം ആ പേപ്പറിൽ നിങ്ങൾക്ക് എന്താണ് മാർക്ക് ഇല്ല, അല്ലെങ്കിൽ നിങ്ങൾ എ ബി എന്നേ വരുള്ളൂ, അവിടെ വേറെ ഒന്നും കാണിക്കില്ല. നിങ്ങൾ രണ്ടാമത് എന്ത് ചെയ്യണം, ആ എക്സാം എഴുതേണ്ടി വരും. അപ്പൊ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിലോ ഓഫ് 35 ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഗ്രേഡിംഗ് ടേബിൾ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അശ്വതി മാം. ഓക്കെ, സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് നിങ്ങൾക്ക് ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും പഠിക്കാനുള്ള സിലബസ് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങള് ആ ക്രെഡിറ്റ്സിനെ കുറിച്ച് ഉദ്ദേശിക്കുന്ന ഒന്നുകൂടി ഒന്ന് പറഞ്ഞുതരോ? ക്രെഡിറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു സബ്ജക്റ്റിനെ എത്രമാത്രം വെയിറ്റേജ് ആണ് കൊടുക്കേണ്ടത്, അതായത് എത്രമാത്രം സമയമാണ് ഒരു സബ്ജക്ട് പഠിക്കാനായിട്ട് നമ്മൾ എടുക്കേണ്ടത് എന്നാണ് ക്രെഡിറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 അവേഴ്സ് ഒരു സബ്ജക്റ്റിന് നേരെ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ക്രെഡിറ്റ് എന്ന് പറയുന്നത് 1 ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ അതിനർത്ഥം അതിന് നിങ്ങൾ 30 അവേഴ്സ് നിങ്ങൾ അതിന് പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ സിലബസ് നിങ്ങളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ അതിൽ സൈഡിൽ ഒരു കോളത്തിൽ നിങ്ങൾക്ക് എന്താണ് ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതില് കൂടുതൽ ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത് എന്താണോ അതിനാണ് കൂടുതൽ വെയിറ്റേജ്, അതായത് ഇൻ ടേംസ് ഓഫ് ആവശ്യമാണ് എന്നുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ. ഒരു ഡൗട്ട് ഉണ്ട്. ഹലോ, പറയൂ. അക്കൗണ്ടിംഗ് സെക്ഷന് ലൈവ് ക്ലാസ് ആണോ? എന്താണ് അക്കൗണ്ടിംഗ് സെക്ഷന് ലൈവ് ക്ലാസ്സിന്റെ എല്ലാ സബ്ജക്റ്റുകൾക്കും തന്നെ ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ ലൈവ് റിവിഷൻ ക്ലാസ് ആണ്. അവിടെ ശ്രദ്ധിക്കേണ്ടത് റിവിഷൻ ക്ലാസ് ആണ്. നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ആപ്പിൽ അവൈലബിൾ ആണ്. റിവിഷൻ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ റിവൈസ് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ആപ്പിൽ നമ്മൾ എന്താണ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ആക്സസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ക്ലാസ്സസുകൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ക്ലാസ്സസുകൾ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളും നോട്ട് ഡൗൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാനുള്ള ഒരു ക്ലാസ് ആണ് റിവിഷൻ ക്ലാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ആപ്പിലെ ക്ലാസ്സസുകൾ ഇനീഷ്യലി എന്തായാലും കാണണം, അതിനുശേഷം റിവിഷൻ ക്ലാസ്സസുകൾ അറ്റൻഡ് ചെയ്യാം. നമ്മുടെ സെഷന്റെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു ടൈം ടേബിൾ ലോഞ്ച് ചെയ്യും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും റിവിഷൻ ക്ലാസ്സുകൾ എന്നത്തേക്കാണ് നടക്കുന്നുണ്ടാവുക എന്നുള്ള ഡേറ്റ്സ് ഒക്കെ ഏകദേശം മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ച് ആ സബ്ജക്റ്റിന്റെ ഓരോ ബ്ലോക്കുകൾ കണ്ടു തീരണനുസരിച്ച് ലൈവ് റിവിഷൻ ക്ലാസ്സുകൾ വരും. മനസ്സിലായോ? എല്ലാവരും ആപ്പിലുള്ള കണ്ടന്റ് വീഡിയോസ് മസ്റ്റ് ആയിട്ട് കാണുക. എന്നിട്ട് നിങ്ങളൊന്ന് പഠിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. കൺസേൺ മെന്റേഴ്സിന്റെ അടുത്ത് വേണമെങ്കിൽ ചോദിക്കാം. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക ഇന്ററാക്റ്റീവ് ആയിട്ട് വേണം ഡൗട്ട് ക്ലിയർ ചെയ്യാന്നുണ്ടെങ്കിൽ റിവിഷൻ സെഷനിൽ എക്സാം സമയത്ത് കാൽക്കുലേറ്റർ അങ്ങനെയുള്ള ഡിവൈസ് കൊണ്ടുപോകാൻ പറ്റുമോ? സാധാരണ നമ്മുടെ നോർമൽ കാൽക്കുലേറ്റർ നമുക്ക് 12th-ലൊക്കെ സയന്റിഫിക് പറ്റില്ല. ഫസ്റ്റ് സെമസ്റ്ററിന്റെ അസൈൻമെന്റ് എപ്പോഴായിരിക്കും വെക്കേണ്ടി വരിക? ഫസ്റ്റ് സെമ്മിന്റെ നിങ്ങളുടെ എക്സാം വരുന്നത് ഡിസംബറിലല്ലേ? അപ്പൊ ഏകദേശം സെപ്റ്റംബർ അവസാനം ഒക്ടോബറിലൊക്കെ ആയിരിക്കും കേട്ടോ.
ക്വസ്റ്റ്യൻസ് വന്നു കഴിയുമ്പോ യൂണിവേഴ്സിറ്റി ആ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കും എന്താണ് പിന്നെ ഡ്യൂ അതിനോടൊപ്പം ഡേറ്റ്. തന്നെ പറയേണ്ടത് യൂണിവേഴ്സിറ്റി ഒരു ഡേറ്റ് പറഞ്ഞാലും ഓരോ സ്റ്റഡി സെന്ററിനും അവർക്ക് അവരുടേതായിട്ടുള്ള ഡേറ്റ് ഓഫ് സബ്മിഷൻ ഉണ്ടായിരിക്കും. ആയതിനാൽ നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആയിട്ടും കൂടി നിങ്ങൾ കണക്ട് ചെയ്യണം. ഓരോ സ്റ്റഡി സെന്ററും ഇപ്പോൾ ഞാൻ പഠിക്കുന്ന അല്ലെങ്കിൽ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്റ്റഡി സെന്ററിലുള്ള ഡേറ്റ് ഓഫ് സബ്മിഷൻ ആയിരിക്കില്ല അശ്വതി മാമിന്റെ സ്റ്റഡി സെന്ററിൽ ഉണ്ടായിരിക്കുക. അപ്പൊ അതിനാൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് എന്നാണ് എന്നുള്ളത് അത് അറിയല്. കാരണം ഇപ്പൊ യൂണിവേഴ്സിറ്റി ഡേറ്റ് പറഞ്ഞാലും ചില സ്റ്റഡി സെന്റേഴ്സ് ഇഗ്നോ പബ്ലിഷ് ചെയ്യണ ഇഗ്നോ പറയുന്ന ഡേറ്റ് ആണ് നമ്മൾ പറഞ്ഞു തരാം നിങ്ങൾക്ക്, മനസ്സിലായില്ലേ? പക്ഷെ അക്കോർഡിംഗ് ടു സ്റ്റഡി സെന്റേഴ്സ് അത് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ജസ്റ്റ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണത് സ്റ്റഡി സെന്ററിൽ കോൺടാക്ട് ചെയ്തിട്ട് അതൊന്ന് കൺഫേം ചെയ്യേണ്ടത്. വേറൊരു സ്റ്റഡി സെന്ററിൽ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ ഇരിക്കരുത്. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ എന്റെ സ്റ്റഡി സെന്ററിൽ പറയാണ് ഡിസംബർ ലാസ്റ്റിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ പഠിക്കുന്ന സ്റ്റഡി സെന്ററിൽ നവംബർ ലാസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവിടെ അങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും വാലിഡ് ആയിട്ടുള്ള ഒരു റീസൺ അല്ല. നിങ്ങളെ സ്റ്റഡി സെന്റർ ആയിട്ട് നോക്കിക്കൊണ്ട് നിങ്ങൾ ചെക്ക് ചെയ്യുന്നത് നിങ്ങളുടെ മാത്രം ഓരോ ലേണറുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. മാഡം ഇതിനകത്ത് സ്റ്റഡി സെന്ററിന്റെ ഡീറ്റെയിൽസ് മെൻറ്റർ നമ്മളോട് പറഞ്ഞു തരില്ലേ എപ്പോഴാ വെക്കണ്ടേന്നുള്ളത്? അത് നമ്മൾ ഡയറക്റ്റ് അന്വേഷിക്കുകയാണോ വേണ്ടേ? അതായത് അതായത് നമുക്ക് ഓരോ സ്റ്റഡി സെന്ററിലെയും ഡേറ്റ് ഓഫ് സബ്മിഷൻ നമുക്ക് അറിയില്ല. അത് ഓരോ സ്റ്റഡി സെന്ററും എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. മേ ബി എക്സ്റ്റെൻഡ് ചെയ്യാം ഒരു ഡേറ്റ് ഓഫ് സബ്മിഷൻ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡേറ്റിന് തന്നെയായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്. അത് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ വിളിച്ചു, കാരണം ഞങ്ങൾ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊരു ലേണർ അല്ല അവിടുത്തെ, നിങ്ങളാണ് അവിടുത്തെ ലേണർ. അപ്പൊ നമ്മൾക്ക് ഒരു എൻറോൾമെന്റ് നമ്പറോ കാര്യങ്ങളോ ഇല്ല. അപ്പൊ നിങ്ങളാണ് നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ വിളിച്ചു ചോദിച്ചിട്ട് എന്നാണ് സബ്മിഷൻ ഡേറ്റ്, യൂണിവേഴ്സിറ്റി പറഞ്ഞ ഡേറ്റിൽ തന്നെയാണോ ചെയ്യേണ്ടത് അതോ ഇനി എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കില്ല. ചില സ്റ്റഡി സെന്റേഴ്സ് നിങ്ങൾക്ക് ഗ്രൂപ്പ് വഴി നിങ്ങൾ അറിയിക്കാറുണ്ട്, ബൈ മെയിൽ ത്രൂ അയക്കാറുണ്ട്. ചിലവര് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എന്താണോ പറയുന്നത് അത് തന്നെ ഫോളോ ചെയ്യാൻ പറയും. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അവരായിട്ട് കണക്ട് ചെയ്യണം. ഫസ്റ്റ് സെം സബ്ജക്ട്സിന്റെ അസൈൻമെന്റ് നമ്മൾ ഒരേ ടൈം പീരീഡിലായിട്ട് സബ്മിറ്റ് ചെയ്യാൻ വരിക. അതെ, ഒരുമിച്ചാണ് സബ്മിറ്റ് ചെയ്യുന്നത്. ഒരേപോലെ വയ്ക്കണം. 4 സബ്ജക്റ്റ് എക്സാം എഴുതാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ 4 സബ്ജക്റ്റ് ഒരുമിച്ച് തന്നെ വയ്ക്കണം. മാഡം കോമൺ ആയിട്ടുള്ള അസൈൻമെന്റിന്റെ ഡേറ്റ് നമുക്ക് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യും, നമ്മുടെ ലേൺ വൈസ് പബ്ലിഷ് ചെയ്യുന്ന സമയത്തുള്ള ഡ്യൂ ഡേറ്റ്, യൂണിവേഴ്സിറ്റി പറയുന്ന ഡ്യൂ ഡേറ്റ് എന്താണോ അത് നമ്മൾ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷെ ചിലപ്പോൾ സ്റ്റഡി സെന്റേഴ്സ് കുറച്ച് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്ത് തരുന്നവരുണ്ടായിരിക്കാം, ചിലപ്പോൾ ഒരാഴ്ച നേരത്തെ വെക്കണം എന്ന് പറയുന്നവരുണ്ടായിരിക്കാം. ആ ഒരു കാര്യം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന്. മാം, എൻവിറോൺമെന്റൽ സ്റ്റഡീസ് നമുക്ക് OMR ഷീറ്റ് ആണ് പറഞ്ഞത്. അതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടോ? ഇല്ല, നെഗറ്റീവ് മാർക്ക് ഇല്ല. ഓക്കെ, അത് എത്ര ടോട്ടലൊക്കെ അതൊന്ന് പറഞ്ഞുതരുമോ? അത് 50 മാർക്കിനായിരിക്കും എൻവയോൺമെന്റൽ സ്റ്റഡീസിന്റെ വരുന്നത്. MCQ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. മിനിമം നിങ്ങൾക്ക് 18 മാർക്കാണ് പാസ്സാവാൻ വേണ്ടത്, അതായത് 18. നിങ്ങൾക്ക് 100 മാർക്കുള്ള എക്സാംസിന് 35 മാർക്കും 50 മാർക്കിന്റെ പാസ് മാർക്ക് വരുന്നത്. ആ ഒരു സബ്ജക്ട് മാത്രല്ല ഷീറ്റിൽ വരുന്നുള്ളൂ? അതെ. മാം, ഇപ്പൊ നമ്മൾ ഇയർലി ആണ് എക്സാം എഴുതുന്നെങ്കിൽ അപ്പൊ അസൈൻമെന്റ് നമ്മൾ അപ്പോഴാണോ സബ്മിറ്റ് ചെയ്യേണ്ടത് അതോ ഈ സെമസ്റ്ററിൽ തന്നെ? അത് അസൈൻമെന്റിന്റെ കാര്യത്തില് നിങ്ങൾ ഇനീഷ്യലി കണക്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റഡി സെന്റർ ആയിട്ടാണ്. കാരണം ഓരോ സ്റ്റഡി സെന്റേഴ്സിനും, അതായത് അവര് ചിലവര് പറയും നമ്മളല്ല. സോ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ നമ്മളിവിടുന്ന് കോമൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസോളും ഗൈഡ് ലൈൻസോളും ഒക്കെ നമ്മുടെ ഭാഗത്ത് നിങ്ങൾ അറിയിക്കും. ഓരോ സ്റ്റഡി സെന്ററിന്റെ റൂളും കാര്യങ്ങളും നമ്മൾക്ക് അറിയില്ല. അപ്പൊ അതിനാൽ തന്നെ അത് എപ്പോൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതോ അല്ലെങ്കിൽ സെമസ്റ്റർ വൈസ് ഉള്ള, ഞാൻ ഒരുമിച്ചാണ് എക്സാം എഴുതുന്നത് അപ്പൊ ഞാൻ അപ്പൊ സബ്മിറ്റ് ചെയ്താൽ മതി, നോർമലി അങ്ങനെയാണ് പറയുക. എപ്പോഴാണോ നിങ്ങൾ എക്സാം എഴുതുന്നത് അപ്പൊ സബ്മിറ്റ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ ചില സ്റ്റഡി സെന്റേഴ്സ് അലോ ചെയ്യാറുണ്ട്, മേ ബി സെം വൈസ് വേണമെങ്കിൽ വെച്ചോളൂ, എക്സാം നിങ്ങൾ ഒരുമിച്ച് എഴുതിയാൽ മതി എന്നൊക്കെ. അപ്പോൾ ഈ അസൈൻമെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി ഓരോ സ്റ്റഡി സെന്ററിനും അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് യൂണിവേഴ്സിറ്റി അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആയതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ സ്റ്റഡി സെന്റർ അസൈൻമെന്റിന്റെ കാര്യങ്ങൾ നിങ്ങൾ ഇനീഷ്യലി സ്റ്റഡി സെന്റർ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് തന്നെ
നിങ്ങൾ ചെയ്യണം. നമ്മുടെ ഭാഗത്ത് തന്നെ എഴുതാനായിട്ടുള്ള ഗൈഡ് ലൈൻസും അതുപോലെ തന്നെ അതിനുള്ള അസൈൻമെന്റ് ഗൈഡ് ബുക്കും കാര്യങ്ങളും കോമൺ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ തരും. ചെയ്യണം. ഓക്കെ, താങ്ക് യു മാം. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എക്സാമിന് മുമ്പേ മോഡൽ എക്സാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് ടൈം മോഡൽ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മിസ്സേ ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക്. ഇപ്പോ നാട്ടിലാണ് നമ്മുടെ സെന്റർ എന്നുണ്ടെങ്കിൽ ഇപ്പൊ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എക്സാം അല്ല, സ്റ്റഡി സെന്റർ നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഏതാണോ സെലക്ട് ചെയ്തത് അതാണ് നിങ്ങളുടെ സ്റ്റഡി സെന്റർ. എക്സാം സെന്റർ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് എക്സാമിന്റെ സമയമാകുമ്പോൾ ഫോം ഓപ്പൺ ആവുമെന്ന് പറഞ്ഞില്ലേ, എക്സാം ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആവുമെന്ന് പറഞ്ഞില്ലേ, ആ സമയത്താണ് നിങ്ങൾ എക്സാമിനേഷന്റെ സെന്റേഴ്സ് നിങ്ങള് സ്റ്റഡി സെന്റർ നമ്പർ നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഓൺലൈനിൽ കാണുന്ന നമ്പേഴ്സ് തന്നെയേ ഉള്ളൂ. അതല്ലാണ്ട് വേറെ നമ്പേഴ്സ് നമ്മുടെ അടുത്തില്ല കേട്ടോ. നിങ്ങളുടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് റാൻഡം ആയിട്ട് ഗൂഗിളിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് സ്റ്റഡി സെന്റർ നമ്പേഴ്സ് അവൈലബിൾ ആവും. പിന്നെ അല്ലേ കൺഫർമേഷൻ മെയിലിലും ഓൾസോ സ്റ്റഡി സെന്റർ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. നമുക്ക് അവരുടെ വെബ്സൈറ്റിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിലുള്ള നമ്പർ തന്നെ നമുക്ക് അറിയുള്ളൂ. അതെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് കേട്ടോ സ്റ്റഡി സെന്ററിന്റെ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ വരാറുണ്ട് സാധാരണ. അപ്പൊ നമ്മൾ പറഞ്ഞ സ്റ്റഡി എക്സാം സെന്ററിന്റെ കേസാണ്. എക്സാം സെന്റർ നിങ്ങൾ എന്താ പറയാ എക്സാമിന്റെ സമയത്ത് നിങ്ങൾ സെലക്ട് ചെയ്യാം. അബ്രോഡ് ഉള്ളവർക്ക് അബ്രോഡ് എക്സാം എഴുതാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ചില സെന്റേഴ്സ് ഉണ്ട്. കൺസേൺ വെൻഡേഴ്സിന്റെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലേ രാഗിമ, അതിൻ്റെതായിട്ടുള്ള ഫീസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് എക്സാം സെന്ററിന്റെ അത് നമ്മളെപ്പോഴും പറയാറുണ്ട്. നമ്മുടെ ഇന്ത്യയിലുള്ളതിനേക്കാളും കുറച്ചുകൂടെ ഫീസ് കൂടുതലാണ് അബ്രോഡ് ഉള്ള സ്റ്റഡി സെന്റേഴ്സിന് വരുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ 200 rupees ആണ് എക്സാമിന് വരുന്നത്. പക്ഷെ അവിടേക്ക് ആവുമ്പോ നിയർലി 5000 ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ തന്നെ കണക്ട് ചെയ്ത് ചോദിക്കണം. അതെ, പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചോദിച്ചത് അശ്വിൻ ചോദിച്ചത് എങ്ങനെയാണ് അസൈൻമെന്റിന്റെ വാല്യുവേഷൻ കഴിഞ്ഞു എന്ന് അറിയുന്നതെന്ന്. അസൈൻമെന്റിന്റെ വാല്യുവേഷൻ കഴിഞ്ഞത് അസൈൻമെന്റ് സ്റ്റാറ്റസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതായത് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അസൈൻമെന്റ്സിന്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ആ സമയത്ത് നിങ്ങളുടെ സബ്മിറ്റഡ് ആൻഡ് ഇവാലുവേറ്റഡ് എന്നാണ് അങ്ങനെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻകംപ്ലീറ്റഡ് എന്നാണ് സ്റ്റാറ്റസ് കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിൽ പോയിട്ട് വേണമെങ്കിൽ അസൈൻമെന്റ്സ് കളക്ട് ചെയ്യാം. അത് നമ്മുടെ വെബ്സൈറ്റിലെ സ്റ്റുഡന്റ് പോർട്ടലിനകത്തോടെ അറിയാൻ പറ്റുമോ അതിന്റെ ഇൻഫർമേഷൻ? റാൻഡം ആയിട്ട് ഗൂഗിളിൽ നോക്കിയാൽ തന്നെ ലിങ്ക് അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കൺസേൺ വെൻഡേഴ്സ് നിങ്ങൾക്ക് ലിങ്ക് ഒക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരും കേട്ടോ. അത് നമുക്ക് അസൈൻമെന്റ് ഇഗ്നോ അസൈൻമെന്റ് സ്റ്റാറ്റസ് നോക്കിയാൽ തന്നെ ഫസ്റ്റ് വരുന്ന ലിങ്ക് തന്നെ അതിന്റെ ലിങ്ക് ആണ് വരുന്നത്. ബുക്സ് യൂണിവേഴ്സിറ്റി ആണ് സെൻഡ് ചെയ്യുന്നത്. ബുക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലാസ്റ്റ് ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2-2.5 മാസം പിടിച്ചിട്ടുണ്ട് ബുക്സ് അവൈലബിൾ ആവാൻ. പക്ഷെ അധികവും ഫസ്റ്റ് ഒരുമിച്ചാണ് കിട്ടുന്നത്. പിന്നെ നമ്മുടെ ആപ്പിന്റെ ഉള്ളിൽ ഓൾറെഡി നമ്മൾ ബുക്സിന്റെ PDF അവൈലബിൾ ആക്കുന്നുണ്ടല്ലോ. ഓൺ ബോർഡിംഗ് ടൈമിന് വെൻഡേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് നമ്മുടെ SLM എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട് എല്ലാ സബ്ജക്റ്റിന്റെ, അതിലുണ്ട് കേട്ടോ ബുക്സ്. സ്റ്റഡി സെന്റേഴ്സിൽ നമുക്ക് ക്ലാസ് കാണുമെന്നുള്ളത് അത് നിങ്ങൾ ഓരോ സ്റ്റഡി സെന്റർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചില സ്റ്റഡി സെന്റേഴ്സ് വെക്കും, ചിലവര് എക്സാമിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു ക്ലാസ് അങ്ങനെ വെക്കും. അത് അവർക്ക് തീരുമാനിക്കും, ഡിപ്പെൻസ് ആണ്. ചൂസ് ചെയ്ത സെയിം സ്റ്റഡി സെന്ററിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം. വേറെ സ്റ്റഡി സെന്ററിൽ പറ്റില്ല കേട്ടോ. നിങ്ങൾ എവിടെയാണോ ചൂസ് ചെയ്ത സ്റ്റഡി സെന്റർ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ തന്നെ സബ്മിറ്റ് ചെയ്യണം. മാം, അബ്രോഡിന് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴേ നമുക്ക് അതിന് എന്തെങ്കിലും ലിമിറ്റേഷൻസ് ഉണ്ടോ? 2 ടൈം ഇവിടുന്ന് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല. എമൗണ്ട് കൂടുതലാണ്. പിന്നെ ഓൺലൈൻ ആയിട്ടല്ല അപ്ലൈ ചെയ്യുക. നിങ്ങൾ അവിടെ സ്റ്റഡി സെന്ററിൽ ഇന്ത്യയിലുള്ള ഏത് സ്റ്റഡി സെന്ററിലും നിങ്ങൾ ഓൺലൈൻ ആയിട്ടാണ് ഫോം സബ്മിറ്റ് ചെയ്യുക. അബ്രോഡിന്റെ കേസിൽ നിങ്ങൾ അവിടെ ചെന്ന് ഇപ്പൊ നമ്മുടെ സ്റ്റഡി സെന്റർ ലിസ്റ്റുകൾ ഉണ്ടല്ലോ, ആ സ്റ്റഡി സെന്ററിൽ പോയിട്ട് സംസാരിക്കണം. ഞങ്ങൾക്ക് ഇവിടുന്ന് എക്സാം എഴുതാൻ താല്പര്യം ഉണ്ടെന്ന് പറയുമ്പോൾ അവരാണ് ആക്ച്വലി ഇതാക്കുന്നത്. ഞാനിവിടെ അബുദാബിയിൽ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു 2 ടൈം മാത്രമേ ഇവിടുന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, നെക്സ്റ്റ് ഇയർ ഇവിടേക്ക് ചേഞ്ച് ചെയ്യാൻ അവർ പറയുന്നു. അത് അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നത് തന്നെ കേൾക്കേണ്ടി വരും. ആണല്ലേ, ഓക്കെ. എന്താ ചോദിച്ചിട്ടുള്ള സ്റ്റുഡന്റ് സെന്ററിൽ ക്ലാസ് എന്നായിരിക്കും അതറിയാം. സ്റ്റുഡന്റ് സെന്റർ എന്ന് ഉദ്ദേശിച്ച സ്റ്റഡി സെന്റർ ആണോ? സ്റ്റഡി സെന്ററിൽ അറിയില്ല കേട്ടോ. അത് നിങ്ങൾക്ക് പേഴ്സണലി സ്റ്റഡി സെന്റേഴ്സ് നിന്നും മെയിൽ എന്തെങ്കിലും വരുമായിരിക്കും. പിന്നെ എല്ലാ സ്റ്റഡി സെന്റേഴ്സ് ഒന്നും ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നോ അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ കൊടുക്കുന്ന സ്റ്റഡി സെന്റേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അത് സ്റ്റഡി സെന്റേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടാ പറയാം. അത് നമുക്ക് ലേൺ വൈസ് നമുക്കത് അറിയാൻ പറ്റില്ല കേട്ടോ.
മിസ്സി ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ ഞാനിപ്പോ സെലക്ട് ചെയ്തിരിക്കുന്ന മൂവാറ്റുപുഴയിലുള്ള ഒരു നിർമ്മല കോളേജ് എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റഡി സെന്റർ വരുന്നത്. അപ്പൊ അവിടുത്തെ യൂണിവേഴ്സിറ്റി കോർഡിനേറ്ററുമായിട്ട് സംസാരിച്ചപ്പോൾ അവര് പറഞ്ഞ് അവിടെ വന്ന് അഡ്മിഷൻ എടുത്തിട്ടുള്ള കേസുകൾക്ക് അവർ അവിടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ നമ്മളിപ്പം ലേൺവൈസ് വഴിയല്ലേ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പിലേക്ക് നമുക്ക് ആഡ് ആവാൻ ചാൻസ് ഉണ്ടോ, അതോ നമ്മൾ സെപ്പറേറ്റ്? അത് അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട്, കാരണം ഇപ്പോഴും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ, അഡ്മിഷൻ പ്രോസസ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോ വൺസ് അഡ്മിഷൻ പ്രോസസ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്റ്റഡി സെന്റേഴ്സിനോട് ലിസ്റ്റ് കിട്ടുന്നുണ്ട് എന്നാണ് ലാസ്റ്റ് ടൈം ഒക്കെ നമുക്ക് അറിയാൻ പറ്റിയത്. അതായത് ആ സ്റ്റഡി സെന്റർ ഓപ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ ലിസ്റ്റ് അവർക്ക് കിട്ടും. അതിനുശേഷം അവര് നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് തുടങ്ങും കേട്ടോ. എക്സാം രജിസ്ട്രേഷനൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചെയ്യും കേട്ടോ. എക്സാം രജിസ്ട്രേഷൻ സപ്പോർട്ട് നമ്മുടെ സൈഡിൽ നിന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരു കാര്യം ചെയ്യേണ്ടത്, നിങ്ങൾ അവസാനത്തേക്ക് എക്സാം രജിസ്ട്രേഷൻ വെക്കരുത്. കാരണം സെന്റേഴ്സ് ഒക്കെ നിയറസ്റ്റ് സെന്റേഴ്സ് ഒക്കെ ഫില്ലായി പോകും. അപ്പൊ നിങ്ങൾ ലാസ്റ്റിലോട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അകലെയുള്ള നിങ്ങൾ പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ചെയ്യുക. കാരണം ഇന്ന് ലിങ്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നാളേക്ക് തന്നെ സ്ലോട്ടുകൾ ഫുൾ ആവാറുണ്ട്. നിയർ ബൈ സെന്റേഴ്സ് പെട്ടെന്ന് ഫില്ലായി പോകും. നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരുന്നാൽ പിന്നെ ചിലപ്പോൾ ദൂരെയുള്ള സെന്റേഴ്സ് ആയിരിക്കും കിട്ടുക. സെയിം ഡിസ്ട്രിക്ട് ആവുന്നേ ഉള്ളൂ, സെന്റേഴ്സ് ചിലപ്പോൾ ദൂരെ വന്നു എന്ന് വരും കേട്ടോ. മാം ഇപ്പൊ സ്റ്റഡി സെന്റേഴ്സിനെ കോണ്ടാക്ട് ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ ആ കോളേജിനെ കോണ്ടാക്ട് ചെയ്താൽ നമുക്ക് അങ്ങനെ ട്രൈ ചെയ്യാം. അല്ലെങ്കിൽ നേരിട്ട് പോകാനായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് അസൈൻമെന്റ് സബ്മിറ്റ് എന്തായാലും നേരിട്ട് പോകണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ നേരിട്ട് ഒന്ന് പോകാനായിട്ട് നോക്കുക. മാം കേൾക്കാവോ? കേൾക്കാം. ഇഗ്നുവിന്റെ വെബ്സൈറ്റിലാണെങ്കിൽ നോട്ട്സും വീഡിയോസ് എന്തോ അവൈലബിൾ ആണെന്ന് പറയാൻ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടിരുന്നത്, അതുള്ളതാണോ? അതായത് അവരുടെ ഇഗ്നുവിന്റെ സൈറ്റില് ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഇഗ്നുവിന്റെ സൈറ്റ് ഉണ്ടല്ലോ, അതിലുണ്ടായിരിക്കും. അതിലിങ്ങനെ ലാംഗ്വേജ് നമ്മുടെ റീജിയണൽ ലാംഗ്വേജിലൊന്നും അവൈലബിൾ ആവില്ല. മേ ബി ഹിന്ദി ഓർ ഇംഗ്ലീഷ് അങ്ങനെ അവൈലബിൾ ആവുള്ളൂ. അതെങ്ങനെയാ നമ്മളത് എടുക്കുന്നതെന്ന്? അതായിരുന്നു ഇന്നലത്തെ ഇഗ്നോന്റെ ക്ലാസ്സസ്, അതിനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന യൂട്യൂബില് വരും കേട്ടോ. ഇന്നലത്തെ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ഡൗട്ട് ചോദിച്ചായിരുന്നു, പക്ഷെ അന്നേരം ആരും ശ്രദ്ധിച്ചില്ലായിരുന്നു. ഓക്കെ, അതിന്റെ റെക്കോർഡഡ് വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ആവും. അപ്പൊ അതില് സാർ സിലബസ് ഡിക്കോഡിംഗ് ആണ്. നമ്മുടെ സബ്ജക്ട്സുകളെ കുറിച്ചും അസൈൻമെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെ സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളതെന്നൊക്കെ. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മെന്ററായിട്ട് പേഴ്സണലി കണക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് സെഷൻ എന്തായാലും കൺക്ലൂഡ് ചെയ്യേണ്ട ഒരു ടൈം ആയി. എക്സാം എൻവയോൺമെന്റൽ സ്റ്റഡീസ് അല്ലാതെ വേറെ ഏതെങ്കിലും എക്സാം ഉണ്ടോ? ഇല്ല, എൻവയോൺമെന്റൽ സ്റ്റഡീസ് മാത്രമാണ് OMR. പിന്നെ ആരോ നേരത്തെ SLM ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോ SLM എന്ന് പറയുന്ന നിങ്ങളുടെ സബ്ജക്റ്റിന്റെ കോഡുകൾ നിങ്ങൾ അറിയാം. ഈ സബ്ജക്ട് കോഡ് കൊടുത്തിട്ട് ഈ ഗ്യാൻകോശ് എന്ന് പറയുന്ന ഒരു വേർഡിങ്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ സോഫ്റ്റ് കോപ്പി കിട്ടും. ഓൾറെഡി ആപ്പിലുള്ള സോഫ്റ്റ് കോപ്പി തന്നെയാണ്. ഇപ്പൊ മെന്ററോട് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ സോഫ്റ്റ് കോപ്പിയുടെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. ക്ലാസ്സിൽ നമുക്കൊരു എക്സ്പയറി ഡേറ്റ് വരുന്നുണ്ടോ മാം? ത്രൂ ഔട്ട് ഫുൾ കിട്ടൂലേ? അതിലൊരു എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ പേയ്മെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിനെ ബേസ് ചെയ്തിട്ട്? നിങ്ങളുടെ പേയ്മെന്റ് ഡ്യൂ ഒരു ഇയർലി നിങ്ങൾക്ക് ഒരു പേയ്മെന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ പേയ്മെന്റ് നിങ്ങൾ കംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത 3 വർഷം അല്ലെ കോഴ്സിന്റെ പീരീഡ് അല്ലേ, 3 ഇയേഴ്സിലോട്ട് ആപ്പ് അവൈലബിൾ ആവും. ഹിന്ദി ചൂസ് ആക്കിയവര് ആക്ച്വലി ലേൺ വൈസില് ഉണ്ടാവാൻ അല്ലേ? ഹിന്ദി ചൂസ് ചെയ്തവർക്ക് ഇതുവരെ ക്ലാസ് കൊടുക്കുന്നില്ല. നമ്മള് ആക്ച്വലി കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷിനാണ് കേട്ടോ. ആപ്പുമായിട്ട് അഡ്മിഷൻ ഉള്ളതെന്നുണ്ടെങ്കിലും ഇംഗ്ലീഷ് തന്നെ ആയിരിക്കും. ആപ്പുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് അതിന്റെ ഒരു സെഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും.